ഏത് വഴിയിൽ നിന്ന് നമ്മൾ ആരംഭിച്ചാലും അത് ചെന്നെത്തുന്നത് സ്വഹാബത്തിലേക്കാണ്. കാരണം അവർ മുഖേനയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് വ്യാപിച്ചിട്ടുള്ളത്. ദീന് നിലനിന്നു പോരുന്നതും അവരുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ്. പരിപൂർണമായ സമർപ്പണവും അർപ്പണവും അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പവിത്രമായ ദീനിനും വേണ്ടിയിട്ട് സമർപ്പിച്ചപ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധമായ ദീന് വ്യാപിക്കുകയുണ്ടായി. അതിനാൽ നമ്മൾ ഏത് അമലുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അത് കാണിച്ചു തന്നത്, അത് ചെയ്തു തന്നത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ തന്നെയാണ്. ആ വഴിയെ നമ്മൾ പിൻപറ്റുക, വർത്തമാന കാലഘട്ടത്തെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരിപ്പോവുകയും കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത് ഹറാമും അല്ലാഹു വെറുക്കുന്നതും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്തതുമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ വഴികളിൽ നിന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ വഴികളിൽ നിന്ന്, സ്വഹാബത്ത് കാണിച്ചു തന്ന പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്തു എന്നുള്ളതാണ്. എവിടെയും ഇന്ന് മുസൽമാന് സങ്കടവും ആവലാതിയും ദുഃഖവും പ്രയാസവുമാണ് പങ്കുവെക്കാനുള്ളത്. എല്ലാ നിലയിലും ഇസ്ലാമിന്റെ അന്തസ്സും ഇസ്ലാമിന്റെ സ്രോതസ്സും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഉദാത്തമായ മാതൃകകൾ നമ്മൾക്ക് കാഴ്ചവെച്ച സ്വഹാബത്തിന്റെ വഴികളെ മറന്ന ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, ഭൗതിക താല്പര്യത്തിന്റെ ഉടമകളായി അതിന്റെ വാഹകരായി മാറിയപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ അകൽച്ചയും പ്രശ്നവും ദുരിതവും പ്രയാസവും രോഗങ്ങളും ശാരീരിക സാമ്പത്തിക തകർച്ചകളുമെല്ലാം നമ്മുടെ സമുദായത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടത് പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം എന്നുള്ളത് സ്വഹാബത്താണ്. കാരണം ഒരു കുട്ടി നന്നാകുന്നതും ചീത്തയാകുന്നതും ഇന്നലകളിലുള്ള ആളുകളെ പറ്റി പഠിക്കുമ്പോഴും ചരിത്രങ്ങൾ അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുകളുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരെ കടന്നു വന്ന വഴികൾ, അവരെ പ്രവർത്തിച്ചു കാണിച്ചു തന്നത്, അവരെ എഴുതി വെച്ചത്, അവരെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്, ആ വഴികളെ നമ്മൾ അനുധാവനം ചെയ്യാതെ ഖിയാമത്ത് നാൾ വരെ ഒരു മുസൽമാനും സമാധാനപരമായ ജീവിതമോ അന്തരീക്ഷമോ നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഴയ കാലങ്ങളിലുള്ള ഉമ്മമാർ, നമ്മുടെ വീടുകളിലുള്ള ഉമ്മാമ്മമാർ കുട്ടികളോടൊക്കെ കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില്, ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് അവര് പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരെയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ക്ലാസ്സിൽ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയോട്, അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് അവിടെയുള്ള ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു.
ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് വലിയ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടാകുമല്ലോ. അതറിയാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളോടും നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താണ് എന്ന് ഓരോ കുട്ടികളും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഞാൻ അറിയാൻ സാധിച്ചു. ഓരോ കുട്ടികളോടും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ഓരോ കുട്ടിയും പറഞ്ഞു, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് ഡോക്ടറേറ്റ് വാങ്ങണം, പൈലറ്റ് ആകണം, ഇങ്ങനെ പല ആഗ്രഹങ്ങളും ഇങ്ങനെ കുട്ടികൾ പങ്കുവെച്ച കൂട്ടത്തിൽ ഒരു സൗമ്യനായ ഒരു കുട്ടി ക്ലാസ്സിൽ ടീച്ചറോട് പറഞ്ഞൊരു ആഗ്രഹം, എനിക്ക് സ്വഹാബിയാകണം എന്നാണ്. എനിക്ക് സ്വഹാബിയാകണം. അത്ഭുതപ്പെട്ടു പോയി. ഇത് ഏത് നിലയിലുള്ള ജോലിയാണ്, ഏത് തസ്തികയാണ്? ടീച്ചർ അത്ഭുതപ്പെട്ടു പോയത്ര. മോനെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് എനിക്ക് സ്വഹാബിയാകണം. അടുത്തു വിളിച്ചിട്ട് നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചുകുട്ടി പറഞ്ഞത്, എനിക്ക് എന്റെ ചെറിയ പ്രായത്തില് ഇപ്പോഴും ഈ സമയത്തും ഏത് കാര്യത്തിലും എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരുന്നത് ഓരോ സ്വഹാബിമാരുടെ കഥകളാണ്, അവരുടെ ജീവിത രീതികളാണ്. അവരെ പറ്റിയിട്ട് എന്റെ ഉമ്മ എന്നോട് കഥകൾ പറഞ്ഞു തന്ന് എന്റെ മനസ്സ് വല്ലാതെ മോഹിച്ചു പോയി. ഞാനും ഒരു സ്വഹാബിയായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ എനിക്കുള്ള ആഗ്രഹം ടീച്ചറോട് പറഞ്ഞത് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഈ സ്വഹാബികളെ പറ്റിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് പഠിപ്പിച്ചത്. ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുമല്ലോ. ആകാശ ലോകത്ത് ഭംഗിയുള്ള നക്ഷത്രങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുമല്ലോ. ഒരു നിലക്ക് നോക്കിയാൽ അത് നമ്മൾക്ക് ഭംഗിയായിട്ട് കാണുന്നുണ്ട് എങ്കിലും, കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും, കണ്ണിന് നല്ല സുഖമുണ്ടെങ്കിലും കൂട്ടരെ, അത് ഭംഗി മാത്രമല്ല, ആകാശത്തിന്റെ നിലനിൽപ്പും കൂടിയാണ് നക്ഷത്രം എന്നുള്ളത്. നക്ഷത്രം ആകാശത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത്, എന്റെ സ്വഹാബത്തിന് ശേഷം വരുന്ന ആളുകളുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിലനിൽപ്പ് സ്വഹാബികളെ കൊണ്ടാണ്. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പില്ല, ജീവിതമില്ല, അന്തസ്സില്ല, സംസ്കാരമില്ല, ഈമാൻ എന്തെന്നറിയില്ല, തൗഹീദ് എന്തെന്നറിയില്ല, ഹിദായത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് പിൻതലമുറക്കാരായ ആളുകൾക്ക് നിലനിൽപ്പാണ് സ്വഹാബത്ത് എന്നുള്ളത്. സ്വഹാബത്തില്ല എങ്കിൽ ഇവിടെ ദീനില്ലല്ലോ, ദീന് പ്രചരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. ബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും, ആരാണോ അവരെ പിൻപറ്റുന്നത്, ആരാണോ അവരുടെ വഴിയെ പഠിച്ചിട്ട് ആ വഴിയിലൂടെ നീങ്ങാൻ ആഗ്രഹിക്കുന്നത്, ആ സംസ്കാരത്തെ ഉദ്ഘോഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാരാ? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്തദൈതും, അവർ സന്മാർഗം സിദ്ധിച്ചവരായി, അവർ വഴിയിലായി, സത്യത്തിന്റെ വഴിയിലായി, അവർ ധർമ്മത്തിന്റെ വഴിയിലായി, നേരായ വഴിയിലായി. സ്വഹാബത്തിന്റെ പാരമ്പര്യം നമ്മൾ അറിയണം. ഒരുപാട് സ്വഹാബികളെ പറ്റി പറയാൻ നേരമില്ലല്ലോ സഹോദരങ്ങളെ. ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ അറിയേണ്ട ഒരു സ്വഹാബിയുണ്ട്,
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ആ സ്വഹാബിയെ. മലായികീങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്വഹാബിയെ. ലോകത്ത് ഭൂമുലോകത്തുള്ള വാനലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ആ സ്വഹാബിയെ വല്ലാതെ ഇഷ്ടമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ച സ്വഹാബിയാ. ചരിത്രങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ദീന് വളരെ രഹസ്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗഫാർ എന്ന ഗോത്രത്തിലുള്ള ഒരാൾ ഉനൈസ എന്ന് പേരുള്ള അല്ലെങ്കിൽ അനീസ എന്ന് പേരുള്ള ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ടാ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചു. അവിടുന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഗഫാർ എന്ന ഗോത്രത്തിൽപ്പെട്ട അനീസ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ സഹോദരനോട് മക്കയിലുള്ള സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിക്കുന്ന മതത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മുശ്രിക്കീങ്ങൾ പറയുന്ന കാര്യങ്ങളും മക്കയിൽ മറ്റുള്ളവര് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെല്ലാം തന്റെ സഹോദരന് പറഞ്ഞു കൊടുക്കുന്ന ഗഫാർ ഗോത്രത്തിലെ അനീസ് എന്ന് പറയുന്ന സഹോദരൻ. പ്രിയപ്പെട്ടവരെ, ഈ ഗഫാർ എന്ന് പറയുന്ന ഗോത്രം എങ്ങനെയുള്ള ഗോത്രമാണെന്നറിയുമോ? അന്നത്തെ കാലഘട്ടത്തെ അറബികൾക്കിടയിൽ വളരെയേറെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന ഒരു ഗോത്രമാണവര്. ആ വഴിയിലൂടെ കച്ചവട സംഘം കടന്നു പോകുന്ന സാഹചര്യത്തില് അവരെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും അവരുടെ മുതലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് അക്രമികളാണ് ഗഫാർ ഗോത്രത്തിലുള്ള ആളുകള്. അവരറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. ചെറിയ കൊച്ചുകുട്ടികള് വീടുകളിൽ വെച്ച് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ മാതാപിതാക്കൾ അനുസരിക്കായ്മ കാണിക്കുന്ന സമയത്ത്, അനുസരണമില്ലായ്മ കാണിക്കുന്ന സമയത്ത് ആ കുട്ടികളെ അടക്കം ഉമ്മമാര് ഭീഷണിപ്പെടുത്തിയിരുന്നത്, പേടിപ്പിച്ചിരുന്നത് മക്കളെ ഗഫാർ ഗോത്രത്തിലേക്ക് നിങ്ങളെ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവര് വരുന്ന സമയത്ത് അവരെ കയ്യിലേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. കുട്ടികളെ പോലും ഭയമുണ്ടായിരുന്നൊരു ഗോത്രമാണ് ഗഫാർ എന്ന് പേരുള്ള ഗോത്രം. ആ ഗോത്രത്തിൽ നിന്ന് അനീസ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് തന്റെ സഹോദരനോട് മക്കയിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഈ സഹോദരൻ അവിടെ നിന്നില്ല. നേരെ മക്കയിലേക്ക് കടന്നു വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് പരിശുദ്ധരായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് മക്കയുടെ പരിസരത്ത് തങ്ങുകയാണവര്, മക്കയുടെ പരിസരത്ത് താമസിക്കുകയാണവര്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു മാസം കഅബയുടെ പരിസരത്ത് ഇയാൾ താമസിക്കുന്നു. ഒരു മാസം ഇയാൾ കഅബയുടെ പരിസരത്ത് താമസിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീക്ഷിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പുണ്യനബി ചോദിച്ചു, ഈ ഒരു മാസം നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോ അറിയണം, നമ്മള് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, വന്നയാള് മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാനും പരിചയപ്പെടാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് വന്ന് താമസിക്കുന്ന ഒരു മാസം. എന്താണ് നിങ്ങൾ കടിച്ചത്, എവിടെ നിന്നാണ് നിങ്ങൾ കടിച്ചത്, എന്താണ് നിങ്ങൾ കുടിച്ചത് എന്ന് ചോദിച്ചപ്പോ
അവര് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതോ നബിയേ, ഒരു മാസം ഞാൻ കുടിച്ചത് സംസം വെള്ളം മാത്രമാണ്. എന്റെ പള്ളയിൽ ഒരു മാസം കടന്നു ചെന്ന ഭക്ഷണം സംസം വെള്ളമാണ്, കുടിച്ചതും സംസം വെള്ളമാ. എന്റെ ദാഹമകറ്റിയതും എന്റെ വിശപ്പകറ്റിയതും സംസം വെള്ളമാണ്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നത്, അത് നിങ്ങൾക്ക് ആ വെള്ളം നേടിത്തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, വീടുകളിലുള്ള മക്കൾക്ക് ഇൽമ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കണം. ബിസ്മി ചൊല്ലിയിട്ട് ഖിബലയുടെ മുന്നിൽ, ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് വളരെ ആദരവോടെ ഇൽമിന് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടി പറയണം. കഴിഞ്ഞുപോയ മഹാരഥന്മാര്, താബീങ്ങള്, ശാഫി ഇമാമിനെ പോലെയുള്ള അതുപോലെയുള്ള മറ്റു മഹാരഥന്മാർ, അവർ സംസം വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ അവരെ മനസ്സിൽ നിയ്യത്ത് ചെയ്തത് ഇൽമ വർദ്ധിക്കാനാ, ആത്മീയമായ ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടിയാണ്. അതുപോലെയുള്ള നിയ്യത്തുകൾക്ക് വേണ്ടി എന്താണോ നിങ്ങൾ നിയ്യത്ത് വെച്ചത്, ക്യാൻസർ രോഗം സംസം വെള്ളം കൊണ്ട് മാറിയിട്ടുണ്ട്. ആധുനിക ചരിത്രകാരന്മാര് പോലും അത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിലുള്ള സംസം വെള്ളത്തിനെ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ അത് പര്യാപ്തമാ. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഒരു മാസം ഞാൻ ഇവിടുന്ന് കഴിച്ചതും കുടിച്ചതും സംസം വെള്ളം മാത്രമാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് അതേ മറ്റൊരു അഭിപ്രായത്തിൽ 3 ദിവസമാണ് അവിടെ താമസിച്ചത് എന്നും ചരിത്രത്തിൽ കാണാം. ഏതോ ആകട്ടെ 4 പേര് അല്ലെങ്കിൽ 5 പേര് ഇസ്ലാം മതം ആശ്ലേഷിച്ചിട്ടുള്ള സമയമാണ്. 4ഓ 5ഓ പേര് മാത്രം മുസ്ലിമായിട്ടുള്ള സമയമാ. വളരെയേറെ രഹസ്യമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെ അതേ ഇയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ടപാട് ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്ന ആളുകൾ, അഥവാ അറബികളായ മുശ്രിക്കീങ്ങളായ ആളുകളെ കണ്ടപാട് ഒരു അഭിവാദ്യം അർപ്പിക്കലുണ്ട്. ഇവരും ഒരു അഭിവാദ്യം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് പറഞ്ഞു, ഇം സ്വബാഹന യാ അഹ്ൽ അറബ്, ഇം സ്വബാഹന യാ അഹ്ൽ അറബ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചപ്പോ അത് അവരുടെ കാലഘട്ടത്തുണ്ടായിരുന്ന അഭിവാദ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരാ, ഇത് ഞങ്ങളുടെ അഭിവാദ്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ അഭിവാദ്യം അർപ്പിക്കുന്നവരാണ് ഞങ്ങള്. ഏതാണ് എന്ന് ചോദിച്ചു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ വന്നയാൾക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നതാണ് ഞങ്ങളുടെ അഭിവാദ്യം എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളതാണ് മുസ്ലിമിന്റെ, ഇസ്ലാമിന്റെ അഭിവാദ്യം എന്ന്. ഇത് കേട്ടപാട് നേരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം മടക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞാൻ ഗഫാർ ഗോത്രത്തിൽ നിന്നാ. എന്താ പേര്? പേര് പറയുകയാ. മലായികങ്ങളുടെ ഇടയിൽ വൈറലാണ് ഈ പേര്. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേര്. പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കിയ നാമമാ. മഹാനവറുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പേര് പറഞ്ഞു, എന്റെ പേര് അബൂദർ എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് പരിചയപ്പെടുകയാ.
പുണ്യനബിയോട് ദീനിന്റെ റിസാലത്തിന്റെ ദൗത്യത്തെ പറ്റിയിട്ട് പരിശുദ്ധമായ ദീനിനെ കുറിച്ചിട്ട് അവിടുന്ന് അഭിപ്രായം ചോദിക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വഹി ഇറങ്ങുന്നതിനെ പറ്റിയിട്ട്, അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ വഹി ലഭിക്കുന്നതിനെ പറ്റിയിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂദർ എന്ന പേരുള്ള ഈ ഗഫാർ ഗോത്രത്തിന്റെ നായകനെ പറഞ്ഞു കൊടുത്തപ്പോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്കൊന്ന് ഓതി തരുമോ? അത് എനിക്കൊന്ന് പാരായണം ചെയ്തു തരുമോ? ഏതെങ്കിലും ഒരു ഭാഗം എനിക്കൊന്ന് ഓതി തരുമോ? ഖുർആനിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ ഖുർആനിന്റെ ഒരു വചനം അങ്ങ് ഓതി കൊടുക്കുകയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായി സൂറത്തിന്റെ ഭാഗങ്ങളങ്ങ് ആയത്തുകളങ്ങ് ഓതി കൊടുത്തപ്പോ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഇത് അത്ഭുതമാണ് നബിയേ, ഇത് അത്ഭുതമാണ് നബിയേ. ഇതൊരു കവിതയല്ല, ഇതൊരു പാട്ടല്ല, ഇതൊരു പാട്ടുകാരന് പാടാൻ പറ്റിയതല്ല, ഇത് കവിതാ ശകലങ്ങളല്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയേ ഞാനിതാ സാക്ഷ്യവചനം ഇവിടുന്ന് ഉച്ചരിക്കുകയാണ് നബിയേ, ഞാനും ഇതാ മുസ്ലിമാവുകയാണ് നബിയേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയാ. സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരസ്യ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നവരാണ്, ഒറ്റയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നവരാണ്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്കൊന്ന് അനുവാദം തരണം നബിയേ, എനിക്കൊന്നത് പരസ്യപ്പെടുത്തണം. ഒന്ന് കഅബാലയത്തിന്റെ പരിസരത്ത് ചെന്ന് എനിക്കൊന്ന് ഉറക്കെ വിളിച്ചു പറയണം. സമ്മതിച്ചില്ല. പരസ്യപ്രഖ്യാപനത്തിന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഗത്യന്തരമില്ലാതെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തു. കഅബ ശരീഫിന്റെ പരിസരത്ത് ചെന്നു. അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബ ശരീഫിന്റെ പരിസരത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളെ തകർക്കാനും ഓടിക്കാനും
അവിടെ നിന്ന് വിരോധം പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ട് ഒളിഞ്ഞിരുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ ഇറങ്ങി വന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു, നിലത്തിട്ടുകൊണ്ട് അവരെ വല്ലാതെ മർദ്ദിച്ചു. ഇത് കണ്ടപ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടി വന്നു, ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ അറിയുമോ ഇയാൾ ആരാണെന്ന്? ഇയാളെ നിങ്ങൾക്കറിയുമോ ആരാണ് എന്ന്? മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഇത് ഗഫാർ ഗോത്രത്തിന്റെ നായകനാ. ഇവരെ എങ്ങാനും നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ കച്ചവട സംഘം പോകേണ്ടത് ഖുറൈശികളെ ഗഫാർ ഗോത്രത്തിന്റെ അരികിലൂടെയാ. അവര് നിങ്ങളെ വെറുതെ വിടുകയില്ല, അവരൊരിക്കലും നിങ്ങളെ വെറുതെ വിടുകയില്ല, അവര് നിങ്ങളെ ഇതിന് പകരം ചോദിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ അവർക്ക് പേടിയായി, ഭയമായി. അവരെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയച്ചു. നേരെ വീട്ടിലേക്ക് ചെന്നു. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, മോളെ, ഇന്നലെ വരെ ഉണ്ടായ ഒരു വിശ്വാസത്തിലല്ല ഇന്ന് ഞാനുള്ളത്, ഇന്നലെ വരെ ഉണ്ടായ ഒരു ആദർശത്തിലല്ല ഞാൻ ഇന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആദർശം മാറിയിട്ടുണ്ട്, സത്യത്തിന്റെ വഴികൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാനിപ്പോ സത്യമതത്തിലാണ്. അതുകൊണ്ട് മോളെ, ഞാനും നീയുമായിട്ട് ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുകയില്ല. എന്റെ ഈ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ബന്ധം ഒഴിവായിരിക്കുകയാ. എന്തു വേണമെങ്കിലും നിനക്ക് ചെയ്യാമെന്ന് തന്റെ സഹധർമ്മിണിയോട് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇവിടെ നല്ലോണം ചിന്തിക്കാനുണ്ട്. ചില നന്മകള് ഭാര്യമാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാര്യമാരുണ്ട്. ചില നന്മകള് പറയുന്നത് ഭർത്താവ് 100% ശരിയാണ്, പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുണ്ട് ചില പെണ്ണുങ്ങൾക്ക്. അത് നിങ്ങൾ പറയുന്നത് അങ്ങനെയായിരിക്കുകയില്ല, ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് വിരോധം കാണിക്കുന്ന ആളുകളുണ്ട്. പെങ്ങളെ, ഇവിടെയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഈ വാക്കുകൾ അങ്ങ് പറഞ്ഞപ്പോ, അബൂദർ റളിയല്ലാഹു അൻഹു നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ഉടനെ ഭാര്യ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതൊരു ആദർശത്തിലാണോ ആ ആദർശത്തെ കുറിച്ചിട്ട് എനിക്ക് പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല, ചോദ്യം ചെയ്യേണ്ടതില്ല, എനിക്ക് പിന്നെ അതിൽ ശങ്കിച്ച് നിൽക്കേണ്ടതില്ല. ഞാനും ഇതാ മുസ്ലിമാകുന്നു. അവിടെ പിന്നെ കുടുംബം ഒന്നടങ്കം മുസ്ലിമാകുന്നു. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞപ്പോ മദീന പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ആയിരക്കണക്കായ ആളുകളെയും കൂട്ടിയിട്ടാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. സ്വഹാബികൾക്ക് ആദ്യം മനസ്സിലായില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളഞ്ഞു. കാരണം വരുന്നത് ഒരു പക്ഷേ റസൂലുള്ളാഹിയോട് മുന്നറിയിപ്പില്ലാതെ യുദ്ധം ചെയ്യാനാണ് ാണെങ്കിലോ, പുണ്യനബിയെ ഉപദ്രവിച്ചാലോ, ആളാരാണെന്ന് അവർക്കറിയില്ലല്ലോ. ആയിരക്കണക്കായ ആളുകളെയും കൂട്ടിയിട്ട് വന്നു മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, എന്നെ മനസ്സിലായില്ല നബിയെ, ഞാനാണ് അബൂദറാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഭയങ്കര സന്തോഷായി. പുണ്യനബിയോട് അബൂദർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാൻ ഒറ്റക്കല്ല വന്നിട്ടുള്ളത്, ഞാൻ ഒറ്റക്കല്ല വന്നിട്ടുള്ളത്. ഇന്നിപ്പോ എന്റെ കൂടെ എന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് നബിയേ. ഇവരെല്ലാവരും മുസ്ലിമാകുന്നു നബിയേ. ഇവരൊക്കെ മുസ്ലിമാകാൻ മോഹിച്ചു വന്നവരാണ് നബിയേ. സയ്യിദുനാ അബൂദർ ഗിഫാരി സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി, എന്തെന്നില്ലാത്ത ആഹ്ലാദമായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുവരെ അങ്ങനെ ഒരു കൂട്ടത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അതിനു മാത്രമുള്ള വലിയ ഒരു കൂട്ടവുമായിട്ടാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നത്. ഈ അബൂദറിനോട് എന്തെന്നില്ലാത്ത പ്രിയമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം സ്വഹാബികളെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെയാക്കി നിർത്തിയിട്ടുണ്ട്. അബൂദർ തങ്ങളെ നോക്കിയപ്പോ അബൂദർ തങ്ങൾ അവിടെ കാണുന്നില്ല. സ്വഹാബത്ത് പറഞ്ഞു, പിന്തിരിക്കുകയാണ് നബിയെ, കാണുന്നില്ല നബിയെ, എത്തിയിട്ട് കാണുന്നില്ല നബിയെ. അപ്പോഴാണ് അങ്ങകലെ നിന്ന് കണ്ടാൽ മനസ്സിലാകൂല, അത് ഇന്നയാളാണെന്ന് കണ്ടിട്ട് പറയാൻ പറ്റൂല. പക്ഷെ ഒരു നിഴല് പോലെ ആളിങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അത്രയും ദൂരത്താണുള്ളത്, അത്രയും വിദൂരമായ സ്ഥലത്താണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടപാടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വരുന്നത് അബൂദറാകണേ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരാളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുകയാണ്, നമ്മൾ അയാളെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഈ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ എന്റെ മുമ്പിനോട് ചോദിക്കട്ടെ, ഒരു പക്ഷേ കുറച്ചു നേരം ഇവിടെ ഷെരീഫ് മാഷിനെ കാണാതായാൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടാ വരുന്നത്, ഒന്ന് കാണാൻ കഴിയുമല്ലോ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടവരെ കാണുന്നില്ല എങ്കിൽ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുമല്ലോ. ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഒരാൾ, ആരാണെന്നറിയില്ല. സ്വാഭാവികമായും സ്നേഹമുള്ള ഒരാൾ ചിന്തിച്ചു പോകുമല്ലോ, പടച്ചോനെ അത് അവരായിരുന്നെങ്കിൽ ഒന്ന് കണ്ടുപോകായിരുന്നല്ലോ. ഇതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചു, അല്ലാഹുവേ ആ വരുന്നത് അബൂദറാകണേ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. വന്ന് അടുത്തെത്തിയപ്പോ വന്നത് മറ്റാരുമല്ല, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. യംശി വഹ്ദ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് നടന്നു വന്നയാളാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. യമൂതു വഹ്ദ, ഒറ്റപ്പെട്ടുകൊണ്ട് മഹാനായ അബൂദർ തങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, തുബഅതു വഹ്ദ, നാളെ മഹ്ശറാ ലോകത്ത് ഒറ്റപ്പെട്ട രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുനർജന്മം നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും ഒറ്റപ്പെട്ട നിലയിൽ പ്രത്യേകമായ സ്വീകരണം കൊണ്ട് അനുഗ്രഹിച്ച സ്വഹാബിയാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വിശാലമായ ഒരു ചരിത്ര സംഭവമാണിത്. പല സ്വഹാബികളും അതിന്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ കടക്കൂല. എങ്കിലും സ്വഹാബികളെ നമ്മളെല്ലാവരും അറിയേണ്ടവരാണല്ലോ, അവരുടെ ജീവിത രീതികളെ നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സ്വഹാബിഹി, സ്വഹാബത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൂടെയുള്ള സ്വഹാബികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വസഅലഹും മുബ്തദിഅൻ ബി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങളോടാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആദ്യം സയ്യിദുനാ അബൂബക്കർ തങ്ങളാണല്ലോ. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. യാ അബൂബക്കർ, അബൂബക്കർ തങ്ങളെ, മാദാ തുഹിബ്ബു മിനദ് ദുനിയാ,
ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്? ഈ ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് എന്തിനോടാണ് ഇഷ്ടമെന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഭൗതികമായ ലോകത്തിന്റെ സുഖലോലുപതയിൽ നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ കച്ചവടം, എന്റെ ജോലി, എന്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതിലൂടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാഹുവായിട്ടുള്ള ബന്ധമില്ലാതെ കടന്നു പോകുന്ന ഈ ലോകത്ത് പണത്തിന് മാത്രം താല്പര്യം കാണിക്കുകയും അതിനുവേണ്ടി എന്തും ചെയ്യാനും മടിയില്ലാതെ ഏത് തെമ്മാടിത്തരങ്ങൾക്കും ഏത് തോന്നിവാസങ്ങൾക്കും പണമുണ്ടെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഈ കാലഘട്ടത്ത് നിങ്ങൾ അറിയേണ്ട വിഷയമാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കർ തങ്ങളെ ഈ ദുനിയാവിൽ നിങ്ങൾക്കുള്ള ഇഷ്ടം പറ, എന്തൊക്കെയാ നിങ്ങൾക്ക് ഇഷ്ടം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടം പറയുകയാ. ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളെ, നല്ലൊരു കച്ചവടക്കാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പണക്കാരനാണല്ലോ മഹാനായ അബൂബക്കർ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉഹിബ്ബു മിനദ് ദുനിയാ സലാസാ, മൂന്ന് കാര്യം എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയേ. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെടുന്ന സ്വഹാബികളുടെ ഇഷ്ടത്തിനോട് ചേർന്ന് വരണം നമ്മുടെയും ഇഷ്ടം. അല്ലാഹു ആ വഴിയിലൂടെയായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. രക്ഷപ്പെടാനുള്ള മാർഗമാണിത്, രക്ഷപ്പെടാനുള്ള മാർഗമാണിത്. കാരണം സ്വഹാബത്തിന്റെ ജീവിതമാണ്. അതിലൊരിക്കലും കള്ളത്തരങ്ങളില്ല, വഞ്ചനയില്ല, ചതിയില്ല. ദുനിയാവിലായാലും ആഖിറത്തിലായാലും ആ വഴികളെ തേടിപ്പോയ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിലും രക്ഷപ്പെടുന്നതുമാണല്ലോ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. മുഹാജിറുകളായ അൻസാറുകളായ സ്വഹാബികളുടെ ജീവിത രീതികള് വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ജീവിതത്തിൽ അവരെ പിൻപറ്റി ജീവിച്ച ആളുകള്, റോൾ മോഡലായി അവരെ തെരഞ്ഞെടുത്തവര്, ഹീറോയായി അവരെ കണ്ടവര്, അനുകരിച്ചവര്, അവരുടെ വഴികളെ സ്വീകരിച്ചവര്, അങ്ങനെയുള്ള ആളുകൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മതി കൂട്ടരെ മതി, നമ്മൾക്ക് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ ആര് തന്നെ അവഗണിച്ചാലും, ആര് നമ്മെ എതിർത്താലും, ആര് നമ്മെ തള്ളിപ്പറഞ്ഞാലും, ആര് നമ്മെ വേണ്ടാന്ന് വെച്ചാലും അല്ലാഹുവിന്റെ പൊരുത്തം രണ്ട് ലോകത്തും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം നമ്മുടെ കൽബിലേക്ക് കയറി വന്നാൽ ഇതാ വഴികളെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അവരല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാർ. അടിഭാഗങ്ങളിലൂടെ ഒഴുകുന്ന അരുവികളുള്ള സ്വർഗീയ ആരാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർക്ക്. ഖാലിദീന ഫീഹാ അബദാ, അതിലവർ സ്ഥിരവാസികളാണ്, സ്ഥിരതാമസക്കാരാണ്. അതിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങേണ്ടതില്ല, നീങ്ങാൻ മോഹിക്കുകയില്ല, ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ളതാണല്ലോ സ്വർഗമെന്നുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദാലികൽ ഫൗസുൽ അളീം.
അത് വളരെയേറെ മഹത്വമേറിയ വിജയമാണ്. ആ പാരമ്പര്യമാണ് നമ്മൾക്ക് വേണ്ടത്. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ് നമ്മൾക്ക് വേണ്ടത്. പരിശുദ്ധമായ റജബ് വിട പറഞ്ഞു, ശഅബാനിന്റെ പവിത്രമായ പകുതിയിലേക്ക് അടുത്ത് വരികയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കോരിച്ചൊരിയുന്ന ദിനങ്ങളിതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ മാറാനുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ച് ആകാനുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ മാറ്റം വരാനുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുനിയാവിനെ മോഹിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ മാറണം. നമ്മുടെ കൽബ് മാറണം. അതിന് നമ്മുടെ സ്വഹാബികളുടെ ജീവിതം അറിയണം. അവർക്കും നമ്മെ പോലെ മോഹിക്കാനില്ലാത്തത് കൊണ്ടല്ല. പടച്ചാക്കകൾ അന്നും ഉണ്ടല്ലോ. കോടീശ്വര പ്രഭുക്കളായ ആളുകൾ അന്നുണ്ടായിരുന്നുവല്ലോ. ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കളവ് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഉപദ്രവിച്ചിട്ടും ആക്രമിച്ചിട്ടും ഏത് തരത്തിലും അവർക്ക് ദുനിയാവിൽ സുഖസുന്ദരമായ ജീവിതം അവർക്ക് നേടാമായിരുന്നുവല്ലോ. എന്നാൽ അവരതിനെ തെരഞ്ഞെടുത്തില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ദുനിയാവിൽ 3 കാര്യങ്ങൾ ഇഷ്ടമുണ്ട് നബിയേ. ഒന്നാമത്തെ എന്റെ ഇഷ്ടമേതാണെന്നറിയോ? ഒരുപാട് ഇഷ്ടങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 ഇഷ്ടത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ 3 ഇഷ്ടത്തിൽ നിന്ന് ഏറ്റവും ഒന്നാമതായിട്ട് അബൂബക്കർ തങ്ങളെ എണ്ണിയ ഒന്നാമത്തെ ഇഷ്ടം ഏതാണെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ ഒന്നാമത്തെ ഇഷ്ടം അൽ ജുലൂസു ബൈന യദൈക, എപ്പോഴും തങ്ങളെ കൂടെ ഇരിക്കലാണ് നബിയേ എന്റെ ആഗ്രഹം അതാണ്. അത് ആരാധനയാണ്, ഇബാദത്താണല്ലോ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരയിരിക്കാൻ, കൂടെ ഇരിക്കാൻ അതിന് സൗഭാഗ്യം വേണം. അബൂബക്കർ തങ്ങൾ ആദ്യമായി മോഹിച്ചത് അതാണ്. മരണം വരെ എന്ന് മാത്രമല്ല, മരണത്തോടു കൂടെയും വഫാത്തിലൂടെയും അത് തെളിയിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാളെ അല്ലാഹുവിന്റെ കോടതിയില് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുനർജന്മം നൽകിയാൽ രണ്ടാമതായിട്ട് മനുഷ്യരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്റെ അബൂബക്കറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിയോട് ചേർത്ത് വെക്കുന്നതാണ്. ദുനിയാവിനായാലും ആഖിറത്തിനായാലും അങ്ങനെയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മാത്രം മോഹിച്ചു എന്ന് മാത്രമല്ല, എപ്പോഴും കൂടെ തന്നെയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നാളെ അല്ലാഹുവിന്റെ കോടതിയില് സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാകുന്ന ഹൗദുൽ കൗസർ എന്നുള്ള ആ ഹൗദിന്റെ ചാരേ എന്റെ ചാരയും ഉണ്ടാകും എന്റെ അബൂബക്കർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാന് പൂർണ്ണമല്ല എന്ന് മാത്രമല്ല, നാളെ ഹൗദുൽ കൗസറിന്റെ നമ്മളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിനോട് നമ്മളതൊക്കെ ചോദിക്കാറുണ്ടല്ലോ. പരിശുദ്ധ പ്രവാചകരുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ഒന്ന് ഓർക്കണം, എന്റെ അബൂബക്കർ തങ്ങളോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തെ ഒന്ന് ഓർക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ, ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ മുസ്ലിമാണോ അവരുടെ എല്ലാം നന്മകളെ ചെന്നെത്തുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് കൊടുത്തതാണല്ലോ, റബ്ബ് പേരിട്ടതാണല്ലോ. സിദ്ദീഖ് എന്നുള്ള പേര് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റു പലരും കളവാക്കിയപ്പോ പ്രവാചകർ അംഗീകരിച്ചതിന്റെ പേരിൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അല്ലാഹു പേര് വെച്ചതാണല്ലോ. ചിന്തിക്കണം, ഇവരെ അല്ലാഹു സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയേ, എന്റെ ഒന്നാമത്തെ ആഗ്രഹം തങ്ങളുടെ കൂടെയാകലാണ്. എനിക്ക് എപ്പോഴും തങ്ങളുടെ കൂടെയാകണം. ഒരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പരസ്യ പ്രഖ്യാപനം ചെയ്ത സമയത്ത് മുശ്രിക്കീങ്ങളായ ആളുകൾ കയറി വന്നിട്ട് അബൂബക്കർ തങ്ങളെ മർദ്ദിക്കുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ തങ്ങളെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ഗോത്രക്കാരവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി വീട്ടിലാക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ ബോധം തെളിഞ്ഞില്ല സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കേൾക്കണോ നിങ്ങൾക്ക്? ഇതിവിടെ വെച്ചിട്ട് ഞാൻ പറയട്ടെ, അബൂബക്കർ തങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ രണ്ടാമത്തെ ആഗ്രഹം വന്നദുറു ഇലൈക, തങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കലാണ് നബിയേ. വേറെ എവിടെയും എന്റെ ദൃഷ്ടി പതിയാതെ ഹബീബായ നബി തങ്ങളെങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയെ, തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നബിയെ. ആരും നോക്കിപ്പോകുന്ന മുഖമാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരും ആ മുഖത്തേക്ക് നോക്കിയാ പിന്നെ തിരിച്ചു മറ്റൊരു ഭാഗത്തേക്ക് നോക്കാൻ കഴിയുകയില്ല. ആ കണ്ണ് ആഗ്രഹിക്കുകയില്ല മറ്റൊരു ഭാഗത്തേക്ക് നോക്കാൻ. ഒരു കണ്ണും ആഗ്രഹിക്കൂല അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഒരു കണ്ണും മറ്റൊരു ഭാഗത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുകയില്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു. രാത്രിയായപ്പോഴാണ് ബോധം തെളിഞ്ഞു വന്നത്. ബോധം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അതിനിടക്ക് ആളുകൾ ബോധം തെളിഞ്ഞു വരാത്തത് കാരണം ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി, ആളൊക്കെ മരിച്ചു, ഇനി ആ ബാക്കിയുള്ള കർമ്മങ്ങൾ നിർവഹിച്ചാൽ മതി. ഇതിങ്ങനെ ഇനി ഇങ്ങനെ ബോധം തെളിഞ്ഞു വരും തോന്നണില്ല, ആള് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പോലും പ്രചരിച്ചു. രാത്രിയായപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. കണ്ടപാട്, ആളെ കണ്ടപാട് ഉമ്മ അടുത്ത് വന്നു. ഉമ്മ അടുത്ത് വന്ന് നിന്നിട്ട് മോന്റെ കണ്ണിങ്ങനെ തുറന്നു വരുന്നത് കാത്തു നിൽക്കുകയാണ്. കയ്യിൽ വെള്ളമുണ്ട്. മകന്റെ കണ്ണിങ്ങനെ തുറന്നപ്പോ മകൻ ഇത്തിരി ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യമായപ്പോ പ്രിയപ്പെട്ട മാതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുടിക്കാനുള്ള വെള്ളമങ്ങ് നീട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോധം തെളിഞ്ഞിട്ടില്ല. അല്പം ബോധം തെളിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നീട്ടിയ വെള്ളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. ഉമ്മയോട് അടുത്ത ചോദ്യം, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബ് എവിടെ? ഞാൻ ഏറ്റവും നോക്കാൻ ആഗ്രഹിക്കുന്ന, ഏത് സമയത്തും കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ ഹബീബ് എവിടെയേ ഉമ്മ? അതാണ് എനിക്കറിയേണ്ടത്. രാത്രി സമയത്ത് എവിടെ ചെല്ലാൻ, എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു.
രാത്രി നേരത്ത് ഉമ്മാന്റെ ചുമലത്ത് കൈവച്ചിട്ട് ഉമ്മ താങ്ങിപ്പിടിച്ചിട്ട് മകനെയും കൊണ്ടുപോകുന്നു സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കണ്ടപാടെ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലിംഗനവും ചുംബനവും പ്രിയപ്പെട്ടവരെ ലോകത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുപോലെ സ്നേഹിച്ച തുല്യമായ ഒരു സംഭവം വേറെ പറയാനില്ല. നിങ്ങൾ അറിയണേ, അത്രത്തോളം സ്നേഹിച്ചവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അതിനുശേഷമാണ് വെള്ളം കുടിച്ചത്. ബോധം നഷ്ടപ്പെട്ടിട്ട് ബോധം തിരിച്ചു വന്നിട്ട് വെള്ളം കുടിച്ചില്ല. എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ. മൂന്നാമത്തെ ആഗ്രഹം പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയേ വയുൻഫഖു മാലി അലൈക, എന്റെ സമ്പാദ്യം അങ്ങേക്ക് ചെലവഴിക്കുന്നതിനെയാണ് നബിയെ എനിക്കിഷ്ടം. എത്ര സമ്പാദ്യം ഉണ്ടായാലും അങ്ങനെയാണല്ലോ. രണ്ടുപേരും മത്സരിച്ചുവല്ലോ, ഉമർ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ മത്സരിച്ചു. ഉമർ തങ്ങള് കുറച്ച് ഈത്തപ്പഴ കിഴിയങ്ങ് കൊണ്ടുവന്നു കൊടുത്തു. എന്തുണ്ട് ഉമറെ, കുടുംബത്തിന് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് നബിയേ, ഇത് തങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു കൊടുത്തു. ഒരൽപ്പം കഴിഞ്ഞപ്പോ ചില്ലറ ഈത്തപ്പഴവുമായിട്ട് വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുണ്ട് അബൂബക്കറെ വീട്ടിലെന്ന് ചോദിച്ചപ്പോ, എന്റെ വീട്ടുകാർക്ക് അങ്ങും അല്ലാഹും മാത്രമാണ് നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാന് ദീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണേ എന്ന് പറയണമെങ്കിൽ ഞാൻ അരമണിക്കൂർ എന്റെ തൊണ്ടയിലെ വെള്ളം വെച്ചിക്കണ്ടേ? ചിന്തിച്ചു നോക്കണേ. ഒരു 5000 ഒരു 6000 അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളെ സഹായിക്കണം എന്ന് പറയാൻ, അതിനു വേണ്ടിയിട്ട് വിഷയം മാറിയിട്ട് അവിടെ നിന്ന് ആ വിഷയത്തിൽ നിന്ന് പിരിവിന് വേണ്ടി തന്നെ വേറെ ഒരു ഭാഗം വയത് പറയേണ്ടതല്ലേ? എന്നാലും ആളുകൾ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കണേ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് ഈ നാട്ടിലുള്ള സ്വപ്നം പൂവണിയുകയാണ്. ഏറെക്കുറെയൊക്കെ ആയില്ലേ കടങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്. സ്ഥലം ഓക്കേ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. മോഹിച്ചു പള്ളിക്ക് വേണ്ടിയിട്ട് സ്ഥലമെടുക്കാൻ അൽഹംദുലില്ലാഹ് കാലങ്ങളായി അതിനു വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട് റബ്ബേ. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ അതിനു മുമ്പും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ള ഒരുപാട് സഹോദരങ്ങൾ, അതിനെല്ലാം അപ്പുറം വിദേശത്തുള്ള ആളുകളടക്കം ഇന്നിവിടെ എത്തിയപ്പോ എന്നെ ഫോൺ ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നീ സാധിക്കണയല്ലോ, സാധിപ്പിച്ചു കൊടുക്കണയല്ലോ. ഒരുപാട് സഹോദരിമാർ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നീ രണ്ട് ലോകത്തും നൽകണയല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മൂന്നാമത്തെ ഇഷ്ടം എന്റെ സമ്പാദ്യം റസൂലുള്ളാഹിക്ക് കൊടുക്കലാണ്. ഇപ്പൊ റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ നമ്മുടെ കൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലല്ലോ. അവരിന്ന് നിലകൊള്ളുന്നത് എവിടെയാണ്? ആവിയുടെ പള്ളിയിൽ, മദ്രസയിൽ, അത് പഠിപ്പിക്കുന്നിടത്ത്, പ്രചരിപ്പിക്കുന്നിടത്ത്, അവിടെയൊക്കെയാണല്ലോ അല്ലാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പബ്ലിസിറ്റി ചെയ്യുന്നത്. അല്ലാഹുവേ, ആരൊക്കെയാണോ ഈ ഇവിടുന്ന് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് ദാനം നൽകിയിട്ടുള്ളവർ, അതുവഴിയായിട്ട് ഇവിടെ എത്ര കാലം ദീനിന്റെ പ്രവർത്തനം ഇവിടെ നിലനിൽക്കുന്നുവോ, ഈ പ്രവർത്തനത്തിന്റെ ഓരോരോ പ്രതിഫലവും ഇവിടുന്ന് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്ക് നീ നൽകണയല്ലോ, നീ നൽകണയല്ലോ. സഹോദരങ്ങളെ,
ഞാൻ നിങ്ങളുടെ വിലപേശാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങളെ പഴയത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് കേട്ടു മനസ്സിലാക്കിയ ഒരാള് ഇവരോടൊന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കുടുംബമല്ലാതെ വേറെ ഒന്നും അവിടെ മാറ്റിവെച്ചില്ല. എന്താണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്? എന്റെ ഭാര്യക്കും മക്കൾക്കും തങ്ങളും അള്ളാഹുവും മാത്രമാണ് നബിയെ, വേറൊന്നും എനിക്ക് ആവശ്യമില്ല, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. അവരെ സ്നേഹിച്ചു. ഭാര്യയെക്കാളേറെ, മക്കളെക്കാളേറെ, സമ്പാദ്യങ്ങളെക്കാളേറെ, സ്വത്തിനേക്കാളേറെ, ദുനിയാവിൽ അവരുടെ കൈകളിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെക്കാളേറെ അവരെ മോഹിച്ചത് അല്ലാഹ് വറസൂലുള്ളാഹ്. ഖുൽ ഇൻ كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ഇവർ അല്ലാഹുവിന്റെയും ദീനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കാര്യം പറയുമ്പോ മറ്റൊന്നും അവരെ നോക്കിയില്ല, അങ്ങോട്ട് കൊടുത്തു. എന്ത് ബാക്കി വെച്ചു? ബാക്കിയുള്ളത് എനിക്കുള്ളത്, എനിക്ക് ബാക്കിയുള്ളത് അല്ലാഹുവും റസൂലും മാത്രമാണ്. ഇതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഒരു സംഖ്യ ഇവിടം വരെ പറഞ്ഞ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹിച്ചിട്ട്, അബൂബക്കർ തങ്ങളെ സ്നേഹിച്ചിട്ട് ഒരു സംഖ്യ ഈ സദസ്സിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എന്റെ വകയായിട്ട് ഇത്ര കൊടുത്തോളൂ ഉസ്താദേ, എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഭയങ്കര സ്നേഹമാണ്. ഒരാൾ ഈ സദസ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ പറഞ്ഞല്ലോ. അബൂബക്കർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ മുമ്പിൽ എനിക്കുള്ളത് അല്ലാഹുവും റസൂലും മാത്രമാണ്, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാ നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്ന് ഒരു സംഖ്യ ഈ പറഞ്ഞ വിഷയത്തിനോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ ഇത്ര കൊടുക്കും ഉസ്താദേ ഇതിനെന്ന് പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം. ഞാൻ ഇതിനായിട്ട് 5000, 10000. മാഷാ അല്ലാഹ്. അങ്ങേ നിന്നൊരു ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് ഒരു 10000 രൂപ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. 10000 മാഷാ അല്ലാഹ്. നമ്മുടെ ഷരീഫ് ഖാന്റെ അനുജനും കൂടിയാണ് അല്ലേ? ജ്യേഷ്ഠനും കൂടിയാണ്. അല്ലാഹുവേ 2-3 വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു പലരെയും കാണുന്നത് കൊണ്ട് പല മറവിയാണല്ലോ. അല്ലാഹുവേ രണ്ടുപേര് അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നിന്ന് 10000 വെച്ച് ഏറ്റെടുത്തു. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മാഷാ അല്ലാഹ്. യൂസുഫ് കാ 10000 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിനോടുള്ള ആദരവും ബഹുമാനവും ഇത് തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ അബൂബക്കറിനെ ആര് സ്നേഹിക്കുന്നുവോ അവനോടാണ് എനിക്ക് സ്നേഹം. ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ അബൂബക്കറിനെ ആരാണോ സ്നേഹിക്കുന്നത് അവരോടാണ് എനിക്ക് സ്നേഹം. ഉസ്മാൻ തങ്ങളും പറഞ്ഞു, എന്റെ അബൂബക്കറിനെ ആരാണോ സ്നേഹിക്കുന്നത് അവരോടാണ് എനിക്ക് സ്നേഹം. അലിയാർ തങ്ങളും പറഞ്ഞു, എന്റെ അബൂബക്കറിനെ ആരാണോ സ്നേഹിക്കുന്നത് അവരോടാണ് എനിക്ക് സ്നേഹം. നാളെ ഹൗദുൽ കൗസറിന്റെ ചാര വരുമ്പോ അബൂബക്കറിനെ സ്നേഹിച്ച ആളുകൾക്കാണ് ഞങ്ങളെ കുടിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ദീനെ പഠിപ്പിക്കുമ്പോ യാ അല്ലാഹ് ഈ മഹനീയമായ സദസ്സിൽ വെച്ചിട്ട് വിശാലമായ ചരിത്രങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അബൂബക്കർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞത് ഇത്രയുള്ളൂ, എന്റെ സമ്പാദ്യം അല്ലാഹു റസൂലുള്ളാഹ്.
അല്ലാഹുവും റസൂലും മാത്രമാണ്. ഇതല്ലാതെ വേറൊരു സമ്പാദ്യം എനിക്കില്ല. ഇവിടൊന്നും അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞ അടിസ്ഥാനത്തിൽ 3ഓളം പേര് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അബൂ അന്തുക ഹാജി 25,000 രൂപ അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തും ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ക്ലാസ്സിന് ഇരിക്കുന്നു. അത് കഴിയുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുമായിട്ട് സലാം പറഞ്ഞിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാറുള്ളത്. ഇന്നും അൽഹംദുലില്ലാഹ് മുഖമൊന്ന് കാണാനൊക്കെ കഴിഞ്ഞുവല്ലോ ഇവിടെയുള്ളവരുടെയൊക്കെ. അല്ലാഹുവേ നീ ഇവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. പ്രശ്നങ്ങളെ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ബാക്കിയുള്ള ആരൊക്കെയാണോ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അല്ലാഹുവേ ഇവരോടുള്ള മഹബത്ത് മരിക്കുന്നത് വരെ നിലനിർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അബൂബക്കർ തങ്ങളോടും ഗുഹയിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തഹ്സൻ യാ അബൂബക്കർ, അബൂബക്കറെ വിഷമിക്കണ്ട അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ. കാലുകൊണ്ട് അവിടുന്ന് പാമ്പിന്റെ മാളത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ട് പാമ്പിന്റെ കുത്തേറ്റ സമയത്തും അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേദനിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ ഓർത്തിട്ടാ. മുശ്രിക്കീങ്ങളുടെ കാലടി ശബ്ദം കേട്ടപ്പോ അബൂബക്കർ തങ്ങളെ ശരീരത്തെ ഓർത്തില്ല, അവിടുത്തെ ജീവനെയല്ല ഓർത്തത്, എന്റെ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഇവരെയൊക്കെ അവരോടൊപ്പം നീ ചേർക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. സഹോദരിമാരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഈ മഹനീയമായ സദസ്സിൽ വെച്ചിട്ട് എനിക്ക് അല്ലാഹു നൽകിയ സ്വർണ്ണാഭരണത്തിൽ നിന്ന് അബൂബക്കർ തങ്ങൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭക്ഷണത്തിന് ചോദിച്ചപ്പോ വെള്ളമല്ലാതൊരു സാധനമില്ല എന്നാ പറഞ്ഞത്. വീട്ടിൽ വെള്ളമല്ലാതൊരു സാധനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരെയൊക്കെ കുടിച്ചു മൂടാൻ പറ്റുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ അവരെയൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ നിലയിലും ഉന്നതമായ നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള എല്ലാ സമ്പാദ്യ സൗകര്യങ്ങളും അന്നവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവര് മോഹിച്ചത് അല്ലാഹു റസൂലുള്ളാഹ്. എനിക്കത് മതി അല്ലാഹുവേ. ഇവിടെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ചെയ്യുന്നത് അല്ലാഹുവേ നാസർ 5000, അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി 5000 ഇൻഷാ അല്ലാഹ്. ഒരാളുകൾ നിങ്ങൾ കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനം ദുആ ചെയ്യും. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ പബ്ലിസിറ്റി ചെയ്യുന്നത് അല്ലാഹുവിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമാണല്ലോ. അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നീ നൽകിയിട്ടുള്ള പടച്ചറബേ നീയാണല്ലോ സഹോദരിമാർക്ക് സ്വർണ്ണാഭരണം ധരിക്കാനുള്ള സൗഭാഗ്യം നൽകിയവന്, അത് ധരിച്ച് നടക്കാനുള്ള സൗകര്യം കൊടുത്തവന്. അല്ലാഹുവേ ഈ മഹനീയമായ സദസ്സുകളിൽ ഇന്നലകളിൽ ഇതിനു വേണ്ടിയിട്ട് സ്വർണ്ണാഭരണം തന്ന ഒരുപാട് സഹോദരിമാർ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ നീ സാധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്ന് ആരെങ്കിലും ഇവിടത്തേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സഹോദരിമാരെ, ഞാൻ ഇൻഷാ അല്ലാഹ് അബൂദർ തങ്ങളിലേക്ക് വരുന്നുണ്ട്. അബൂദർ തങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി ഞാൻ പറയട്ടെ. മക്കയിലുള്ള ചില ആളുകൾക്ക് മുസ്ലിം ആയതിനു ശേഷവും അബൂദർ തങ്ങളെ ചെറിയ പേടിയുണ്ടായിരുന്നു. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പോലും ആ പേടിയുണ്ടായിട്ടുണ്ട്. വല്ലദീന യക്നിസൂന അസ്സഹബ വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ
സ്വർണവും വെള്ളിയും പൂഴ്ത്തിവെക്കുന്നവരെ പറ്റിയിട്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കാത്തതിനെ പറ്റിയിട്ട്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ അദാബ് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന ആയത്തിറങ്ങിയപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ആരെ കണ്ടാലും തല്ലുമായിരുന്നു. ഒരാളെടുത്ത് ഒരു ദിവസം അയാൾക്ക് വേണ്ടുന്ന ചെലവ് കഴിച്ചിട്ട് കീശയിൽ ഒരു പൈസ, ഒരു ദിർഹം അധികം കണ്ട അയാളെ തല്ലും. കൊടുക്കണമത് ദീനിന് വേണ്ടിയിട്ട് ഒരു നയാ പൈസയും അധികം വെക്കാൻ പാടില്ല. നാളത്തെ ജീവിതം നീയല്ല തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് എന്ന മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ ധനികരായ ആളുകൾക്ക് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ചരിത്രങ്ങൾ വിശാലമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ സൗഭാഗ്യമാകുന്ന സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് പവിത്രമായ ഈ ഒരു പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ആവശ്യത്തിന് നിങ്ങളിൽ ആരാണോ നൽകുന്നത്, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. നാളെ ഇവരോടൊപ്പം ഈ സ്വഹാബിമാരോടൊപ്പം നീ ചേർക്കണേ അല്ലാ. കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ടോ? അവിടെ എന്താണ് നിങ്ങൾക്ക് സ്വർണം കൊടുക്കാൻ പറ്റുക ഇൻഷാ അല്ലാഹ്. അത് ഞാൻ വയല് പറഞ്ഞിട്ട് തീരുന്നതിനിടയ്ക്ക് ഇവിടെ വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അതല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്നതിന് ശേഷം തങ്ങളും ദുആ ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് അടുത്ത ചോദ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ഉമർ തങ്ങളെ, വ അൻത യാ ഉമറേ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ദുനിയാവിൽ ഇഷ്ടം? തുഹിബ്ബു മിനദ് ദുനിയാ സലാസ, നബിയേ 3 കാര്യം ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ. ഇവിടെ എല്ലാവർക്കും 3 കാര്യം തന്നെയാണ് ഇഷ്ടം കേട്ടോ. അവസാനം അല്ലാഹുവിലേക്ക് എത്തുന്നുണ്ട് ആ ഇഷ്ടം. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കും 3 കാര്യം ഇഷ്ടമാണ് നബിയേ, എനിക്കും 3 കാര്യം ഇഷ്ടമാണ് നബിയേ. ഏതൊക്കെയാണ് ഉമറേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതിലൊന്ന് അംറും ബിൽ മഅറൂഫ് വലൗ കാന സിർറാ, നന്മ കൽപ്പിക്കുക, അത് എത്ര രഹസ്യമായാലും വേണ്ടില്ല. ഒരാളെ നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല കാര്യം ഉപദേശിച്ചു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ നന്മ കൊണ്ട് കൽപ്പിച്ച പ്രധാനപ്പെട്ട ഭരണാധിപനാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. നന്മയല്ലാത്തതൊന്നും ആ ഭരണത്തിൽ ഉണ്ടായിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അമുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ പോലും ഭരണത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്ന ഒരു അമീറാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഹൗദുൽ കൗസറിന്റെ ചാര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാര നിൽക്കുന്ന സ്വഹാബിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്നിനെയും പേടിയില്ല. പക്ഷെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല. എന്തിനും ഏതിനും അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് കുടുംബത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഭരണ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എവിടെയും അല്ലാഹുവിനോട് ഏറ്റവും തഖ്വയുള്ള ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ടാണല്ലോ എന്റെ ഉമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം പറയുമ്പോ, സഹോദരങ്ങളെ, ഇവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിന്റെ സ്നേഹം നമ്മൾ അറിയേണ്ടത്. ഭാര്യയുമായി ഞാൻ ബന്ധപ്പെടുന്നത് പോലും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലെങ്കിൽ എനിക്ക് ഭാര്യ വരെ വേണ്ട,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് നിലനിർത്തുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ് വനഹിയുൻ അനിൽ മുൻകരി വലൗ കാന ജഹറാ. എത്ര പരസ്യമായാലും വേണ്ടിയില്ല, ഒരു തിന്മയെ തടയണം, അതാണ് എന്റെ ആഗ്രഹം. എത്ര പരസ്യമായാലും വേണ്ടില്ല, അത് എവിടെ നിന്ന് ഏത് സദസ്സിനായാലും വേണ്ടില്ല. ഒരു സമയത്ത് മദീന പള്ളിയില് സലാം വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ആളെണീച്ചിട്ട് കൈ കെട്ടിയപ്പോ പിടിച്ചിരുത്തിയില്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ ഇടയിൽ ആകെ ആശയക്കുഴപ്പായി. റസൂലുള്ളാഹി ഉള്ള സമയത്ത് ആരാ ഇതൊക്കെ ഉമറിന് ഇങ്ങനെ ഒരു ചുമതല കൊടുത്തത്? ചെയ്തതൊക്കെ ശരിയാണോ എന്ന് പുണ്യനബിയുടെ അടുത്ത് പരാതിപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമറിന്റെ പ്രവൃത്തിയിൽ അല്ലാഹു സത്യത്തെ നിലനിർത്തിയിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി എന്ത് എവിടെ ഏത് കാര്യം ചെയ്താലും അതിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു അത്ഭുതം കാണിച്ചിട്ടുണ്ട്. തിന്മ തടയുന്ന വിഷയത്തിൽ ആരുടെ മുമ്പിലും എവിടെയാണേലും ഉമർ തങ്ങൾ അങ്ങനെയാണ്. കുത്തേറ്റിട്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നയാളെ ഡ്രസ്സിലേക്ക് നോക്കുന്നത്. അയാളെ ഞെരിയാണിക്ക് താഴെ ഒരൽപ്പം ഇങ്ങോട്ട് ഡ്രസ് നീങ്ങിയത് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ പോലും അയാളുടെ ചെയ്തിട്ടുള്ള തെറ്റിലേക്ക് വിരൽ ചൂണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യാൻ പാടില്ല, നഹിയുൻ അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മൂന്നാമത്തെ ആഗ്രഹം ഏതാണെന്നറിയുമോ? വഖൗലുൽ ഹഖ് വലൗ കാന മുർറാ. സത്യം മാത്രം പറയുക, സത്യം മാത്രം പറയുക, അതെത്ര കൈപ്പുള്ളതായാലും വേണ്ടിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കരണം അങ്ങനെയാണല്ലോ, കളവില്ലാത്ത സംസ്കരണം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളോട് പറഞ്ഞില്ലേ, സമൂഹത്തോട് പറഞ്ഞില്ലേ, മുഅ്മിൻ വ്യഭിചരിക്കുമോ? വ്യഭിചരിക്കും. കള്ളു കുടിക്കുമോ? കള്ളും കുടിക്കും. കളവ് പറയോ? കളവ് പറയില്ല. മുഅ്മിൻ കളവ് പറയില്ല. മുഅ്മിൻ കളവ് പറയുകയില്ല. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് വിശ്വസിക്കണം, പക്ഷെ ഞാൻ കള്ളും കുടിക്കും, വ്യഭിചരിക്കും. എനിക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല. എങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല? അത് ഒഴിവാക്കാനും പറ്റൂല. എന്നെനിക്ക് മുസ്ലിം ആകും വേണം. പറ്റുമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, നീ മുസ്ലിം ആയിക്കോ, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. എന്നാ പിന്നെ ഓക്കെ, മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി കഴിഞ്ഞ പാട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞുവല്ല, ഞാനെല്ലാം ശരിവച്ചു. എന്നാ ഞാൻ പറയുന്ന ഒരു കാര്യം നീ അംഗീകരിക്കണം. ഒറ്റ കാര്യം മതി, അത് മാത്രം നീ അംഗീകരിച്ചാൽ മതി മോനെ എന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണെന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എവിടെയും എന്തിനും ഏതിനും ആരോടും കളവ് പറയരുത്. കേട്ടോളൂ കൂട്ടരെ, കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മുസ്ലിമായ ഇയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ ആവശ്യപ്പെട്ടത്, നീ എന്തിനും ഏതിനും ആരോടും എപ്പോഴും എവിടെയും കളവ് പറയരുത്. ഇതേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഞാൻ ഒരുപാട് തമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതൊക്കെ അംഗീകരിച്ചു തന്ന സ്ഥിതിക്ക് ഇതിപ്പോ ചെറിയതല്ലേ ഉള്ളൂ, ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ കളവ് പറയില്ല. അയാൾ വിശ്വാസിയായി കളവ് പറയില്ല എന്ന് വാഗ്ദാനം ചെയ്തു. വൈകുന്നേരം മദ്യഷാപ്പിൽ പോയിരുന്നു. കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. ഉടനെ ഓർമ്മ വന്നു, അല്ലാഹ്
ഇവിടുന്ന് കുടിച്ചിറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നെ കാണുകയോ അറിയുകയോ ചെയ്താൽ ചോദിക്കുമല്ലോ, നീ കള്ളുടിച്ചോ? കുടിച്ചിട്ടില്ല എന്ന് പറയൽ കളവാണല്ലോ. അപ്പൊ കളവ് പറയാൻ പാടില്ലല്ലോ. ഇനി അഥവാ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാലോ ഇസ്ലാമിക പരമായിട്ടുള്ള ശരീഅത്തിന്റെ ശിക്ഷാ നിയമം അത് നടപ്പിലാക്കുകയും ചെയ്യുമല്ലോ. പടച്ചോനെ, ഇത് കുടുങ്ങിയല്ലോ. ഇതിപ്പോ കുടിച്ചാ എനിക്ക് ശിക്ഷ കിട്ടും, കുടിച്ചില്ല എങ്കിലോ പ്രിയപ്പെട്ടവരെ, കുടിച്ചിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ അത് കളവാണ്. കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കളവാണ്. അതേപോലെ തന്നെ കുടിച്ചിട്ട് അറിഞ്ഞാലോ അതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യുമല്ലോ. അയാള് കള്ളു കുടിച്ചില്ല, അയാൾ അവിടെ നിന്ന് എണീച്ചു, എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ മദ്യപിച്ചില്ല. രാത്രിയാകുമ്പോ ഇന്നലെ വരെ അന്യ പെണ്ണിന്റെ ചൂടേറ്റ് കിടന്നുറങ്ങിയിട്ട് ശീലമുള്ള അയാൾ രാത്രിയായപ്പോ മോഹം വന്നു. അയാൾ ആ സമയത്ത് ചിന്തിച്ചു, ഇന്നത്തെ രാത്രി ഞാൻ വ്യഭിചരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാണുമ്പോ എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് കളവ് പറയാൻ പറ്റൂലല്ലോ. ഇനി വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാലോ ഒന്നുകിൽ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ എന്നെ അടിക്കും. ഉറപ്പാണ്, ശിക്ഷ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതും വേണ്ട. അൽഹംദുലില്ലാഹ്, പിറ്റേ ദിവസം തന്നെ ആള് റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുന്നു. പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഭയങ്കര സാധനമാണ് നബിയെ, സംഭവമാണ് നബിയെ. എന്തെന്ന് വെച്ചു, ഇങ്ങനെ എന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഈ ഒരു കള്ളത്തരം മാറ്റുന്നതിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്തെന്ന് വെച്ചു, പറഞ്ഞു, നിങ്ങൾ എന്നോട് കളവ് പറയരുതെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എനിക്ക് കള്ളുടിക്കാനും പറ്റുന്നില്ല, വ്യഭിചരിക്കാനും പറ്റുന്നില്ല. ചിന്തിച്ചു നോക്കി. എവിടെയും മുസ്ലിമിന്റെ അങ്ങനെയാണ് സ്വഭാവം. കളവ് പറയാത്ത കാലത്തോളം എവിടെയും മുസ്ലിമിന് രക്ഷയാണ്, സമാധാനമാണ്. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷെ 3 കാര്യങ്ങൾക്ക് കളവ് പറയൽ ജായിസാണ് കൂട്ടരെ. ഭാര്യയോട് പറയാം, ഒരു കാര്യം നിങ്ങളോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു, സത്യത്തിൽ അത് വാങ്ങിയാൽ ആ സമയത്ത് അവൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല, ഓളോട് പൈസ ഇല്ല എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ല, പൈസ ഇല്ലാത്തതെന്ന് പറയുമ്പോ ചിലപ്പോ ഒരു പക്ഷെ ഓളടയില് ഓള് പിന്നെയും ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര കൊല്ലൊക്കെ പോയിട്ട് എന്താ ഉണ്ടാക്കിയത്? അപ്പൊ എന്താ പറയാ, ഞാൻ മറന്നുപോയി. വാങ്ങാൻ പറഞ്ഞ വസ്തു വാങ്ങാത്തതിന്റെ പേരിൽ ഭാര്യ ദേഷ്യം പിടിക്കുകയോ അതിന്റെ പേരിൽ പിണങ്ങുകയോ ചെയ്യുമെന്ന് തോന്നിയാൽ ഭർത്താവിന് അവിടെ കളവ് പറയൽ അനുവദനീയമാണ്. ചൂഷണം ചെയ്യരുത് എന്ന് മാത്രമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കിങ്ങളെ പൂരിപ്പിച്ചാൽ മതി. എന്തിനും ഏതിനും കളവ് പറയാനല്ല പറഞ്ഞത്, എന്തിനും ഏതിനുമല്ല, പിണങ്ങുമെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് മാത്രം. പിന്നെയോ, 2 പേര് തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്, ഭയങ്കരം വെറുപ്പിലാണ്, അകൽച്ചയിലാണ്. അവരെ 2 പേരെയും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ കളവ് പറയാ. രണ്ടാളുടെയിലും മധ്യസ്ഥനായിട്ട് നിന്നു. എന്നിട്ട് ഓനും മറ്റവനെ കുറിച്ച് പറഞ്ഞത് കേട്ട ഓൻ ജീവിതകാലം മുഴുവൻ അവന്റെ മുഖത്തേക്ക് നോക്കൂല. എന്നാലോ മധ്യസ്ഥൻ നേരെ പോയിട്ട് പറഞ്ഞടാ, നിന്നെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാം നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, നീ എന്തിനാ വെറുതെ ഓനോട് പിണങ്ങി നിൽക്കുന്നത്? അപ്പൊ അവന്റെ മനസ്സ് അങ്ങനെയാ, ഓൻ ഓന്റെ സ്വഭാവം അങ്ങനെ മാറാൻ ചാൻസ് ഇല്ല, എന്താ അറിയില്ല, അങ്ങനെയാണ് എന്നോട് ഓൻ പറഞ്ഞത്, നിന്നെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റവനോട് പോയിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഓൻ ശരിയില്ലപ്പ. ഓനെന്താ ശരിയില്ലാത്തത്? അവൻ പറഞ്ഞു, നിന്നെ കുറിച്ച് ഞാൻ ഓനോട് ചോദിച്ചപ്പോ ഭയങ്കര ഇഷ്ടത്തോടെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്നൊക്കെ. ഓനോ നിനക്ക് ആള് മാറി? അതെ, അവൻ തന്നെ നിന്നെ കുറിച്ചിട്ട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 2 പേരും എന്നെ കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് 2 പേരും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോ 2 പേരും ചിന്തിക്കോ, എന്നെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാൻ എന്തിനാ ഓനോട് പിണങ്ങുന്നത്? തമ്മിൽ കണ്ടു, സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആ കളവ് പറയുന്നതിൽ കുറ്റമില്ല, തെറ്റില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ യുദ്ധത്തിലും കളവ് പറയാ.
ഇവിടെ നമ്മൾക്ക് സമുദായ അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാമുദായിക അന്തരീക്ഷം, ഇവിടെ സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന ഒരു ഭരണമാണ് നിലവിൽ വരേണ്ടത്. ആ ഭരണം നിലവിൽ വരാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നതിന് വിരോധമില്ല. നിങ്ങൾ ആലോചിക്കണേ, കാരണം എന്താ? നിലനിൽക്കേണ്ടത് സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, വർഗീയതയല്ല, ഛിദ്രതയല്ല. ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകള് പാകുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ ഇവിടെ നിലം തൊടിക്കാൻ പോലും സമ്മതിക്കാൻ പാടില്ല. നമ്മൾ അതിനുള്ള പണികൾ കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും രംഗത്തിറങ്ങണം. അതിനു വേണ്ടിയിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഐക്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ഇഷ്ടം ഏതാണെന്നറിയോ? എന്റെ ഇഷ്ടം നബിയേ, കളവ് പറയാതെ സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. ഉസ്മാനെ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് സയ്യിദുനാ പാവങ്ങളാണ് ചരിത്രം പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു എന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കും, ഒന്നും മാറ്റി വെക്കൂല, എടുത്തു വെക്കൂല. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതി എങ്ങനെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 കാര്യം ഇഷ്ടമാണ് നബിയേ. ഭക്ഷണം നൽകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കൊടുക്കണം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എനിക്ക് ഭയങ്കര പ്രിയമാണ്. അല്ലാഹുവേ, ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കിയ യൂസുഫ് ഇന്നലകളിലൊക്കെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്ന ഇവിടെയുള്ള വീട്ടുകാർ, അല്ലാഹുവേ, അതുപോലെ തന്നെ ഇന്ന് വരെ ഏതൊക്കെ നാടുകളിൽ, ഏതൊക്കെ വീടുകളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ആരൊക്കെ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. പടച്ചോനെ, ഈ ദുആ കൊണ്ട് ആ വീട്ടുകാരുടെ മുഴുവൻ ആഗ്രഹങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഓരോരോ വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പല പല സങ്കടങ്ങളും ദുഃഖങ്ങളും പറയുന്നുണ്ട്. പടച്ചോൻ, എല്ലാ സങ്കടവും ദുഃഖവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം അതാണ്, ഭക്ഷണം കൊടുക്കുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ. സ്വഹാബത്തിന്റെ പാരമ്പര്യമാണത്, സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതായിട്ട് പറഞ്ഞു, നബിയേ, ഇഫ്ശാഉസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സലാം പറയാം, ആളുകളോടൊക്കെ സലാം പറയാം, ആളുകളോടൊക്കെ സലാം പറയാം. പെണ്ണുങ്ങളുടെ സ്വഹാബികളുടെ പാരമ്പര്യമാണ്. ഞാൻ ക്ലാസ്സുകളിൽ ഇതേ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയല്ല. സലാം പറയണേ, അതൊരു സൗഭാഗ്യമാണ്. അള്ളാഹു അനുഗ്രഹിച്ചവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. ലോക ചരിത്രത്തിൽ അള്ളാന്റെ റസൂലിനോട് ആദ്യം സലാം പറഞ്ഞ സ്വഹാബിയാണ് മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആദ്യം അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ആഗ്രഹം പറഞ്ഞു, വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാമുൻ, ആളുകള് ഉറങ്ങുന്ന സമയത്ത് രാത്രികളിൽ എണീച്ച് നിസ്കരിക്കുന്ന നിസ്കാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയേ. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാധന മുറകളിലായിട്ട് ജീവിതത്തെ തള്ളി നീക്കുക. ഇവരൊക്കെ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നു. നോക്കണേ, ഓരോരോ നന്മകളും എന്തൊക്കെയാണ് അവർ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മളൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് നല്ലൊരു വണ്ടി വേണം, പിന്നെയോ നല്ലൊരു സ്റ്റൈലുള്ള പെണ്ണിന് വേണം, പിന്നെയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് വേണം, ഇനിയോ നല്ല കുശാലായിട്ട് തിന്നാൻ പറ്റിയ നല്ലൊരു ജോലിയും വേണം. ഇതൊക്കെ ഉണ്ടായൊന്ന് റാഹത്തായി. ഓരോ ആളുകളും നമ്മുടെ ആഗ്രഹം ഇതാണ്, ഭൗതികമായ താല്പര്യമാണ്. പെണ്ണുങ്ങളോട് ചോദിച്ചാലോ, ഒന്ന് കല്യാണം കഴിയുന്നത് വരെ കുടുംബത്തിൽ അവർക്ക് എങ്ങനെ ഭംഗിയോടെ നടക്കണം. കല്യാണം കഴിഞ്ഞാലോ ഭാര്യയുടെ ആഗ്രഹം എപ്പോഴും ഭർത്താവ് കൂടെ തന്നെ ഉണ്ടാകണം. പിന്നെയോ സന്താനമുണ്ടായാൽ അവരെ
ഒന്ന് പരിചരിക്കുകയും നോക്കുകയും വേണം. അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരും ആഗ്രഹിക്കുന്ന നല്ലൊരു വീട്. പെങ്ങളെ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ സന്നിധിയാണ്, സവിധമാണ്. അവിടെയാണ് നമ്മൾക്ക് വിജയം വേണ്ടത്, അവിടെയാണ് സുഖം വേണ്ടത്. അതുകൊണ്ടാണ് സ്വഹാബിമാർ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് കഴിഞ്ഞ പാടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വഅന്ത യാ അലി, എന്തൊക്കെയാണ് അലിയെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പുതിയാപ്പിളാരും രണ്ട് അമ്മോശനും. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ പിതാവാണല്ലോ. അതേപോലെ തന്നെ ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹുമാ പുണ്യ നബിയുടെ പുതിയാപ്പിളയും കൂടിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദ്യം. അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നമ്മള് ബാക്കിയുള്ള മൂന്ന് പേരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയുൻ കറമല്ലാഹു വജ്ഹഹു. നമ്മൾ അങ്ങനെയാണല്ലോ പറയാ. അല്ലാഹു അവരുടെ മുഖത്തെ അല്ലാഹു ആദരിക്കട്ടെ. ആദരിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ അങ്ങനെ പറയുന്നത്? എന്താ കാരണം? കറമല്ലാഹു വജ്ഹഹു എന്ന് പറയാൻ കാരണമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ ഗർഭം ചുമന്ന സമയത്ത് ഉമ്മ മുശ്രിക്കായിരുന്നു. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു ബിംബത്തിന്റെ മുന്നിൽ പോയിട്ട് തല കുനിക്കാൻ അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ഉമ്മയെ ഒരു ബിംബത്തിന്റെ മുന്നിൽ പോയിട്ടും തല കുനിക്കാൻ ഉമ്മയെ സമ്മതിച്ചിട്ടില്ല. ബിംബത്തിന്റെ അടുത്ത് പോയിട്ട് മണങ്ങാൻ നിൽക്കുമ്പോ വയറ്റിന് ചവിട്ടും അലി റളിയല്ലാഹു അൻഹു. പള്ളയുടെ അകത്ത് വയറ്റിന്റെ അകത്ത് അലി റളിയല്ലാഹു അൻഹു ഉമ്മയെ ചവിട്ടും, വിട്ടിട്ടില്ല. ഒരു ബിംബത്തിന്റെ മുമ്പിലും അലി റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ചുമന്ന സമയത്ത് ഉമ്മ തൊഴുതിട്ടില്ല, അവിടെ സുജൂദ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ കറമല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹു അവരെ ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടാണ് അടുത്ത ചോദ്യം. അലിയേ ധീരനാണല്ലോ, മാത്രമല്ല ശക്തിയുള്ളവരുമാണല്ലോ. പ്രിയപ്പെട്ടവരെ, യുദ്ധമുഖത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശക്തിയും പവറും ചരിത്രങ്ങൾ അറിയുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മൾക്കത് പഠിക്കാൻ കഴിയും. ഏതോ ആകട്ടെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ പുണ്യ നബിയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും മൂന്ന് കാര്യത്തെ ഇഷ്ടപ്പെടുന്ന നബിയേ. അതിലൊന്ന് ഇക്റാമുൽ ലൈഫ്, അതിഥികളെ സൽക്കരിക്കുക. ആതിഥ്യമരുളുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ. അബൂദർ തങ്ങളെ 3 ദിവസം മക്കയിൽ താമസിക്കുന്ന സമയത്ത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു 3 ദിവസം കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹുവിനെ ഭയങ്കര ഇഷ്ടമാണത്. ഇക്റാമുൽ ലൈഫ്, അതിഥികളെ സൽക്കരിക്കൽ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുക, അതൊരു സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ് വസ്സൗമു ബിസ്സൈഫ്, ചൂട് കഠിനമായ സമയത്ത് നോമ്പെടുക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് കഠിനമായ സമയത്ത് നോമ്പെടുക്കുക. ഇനിയിപ്പോ വരാൻ പോകുന്നത് ചൂടുള്ള കാലത്തുള്ള നോമ്പ് തന്നെയാണല്ലോ. 14 മണിക്കൂറോളമുള്ള നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ അതിന്റെ മുറ പോലെ, അതിന്റെ ആത്മീയത, അതിന്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നിലനിർത്താൻ, നോറ്റി വീട്ടാൻ അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മരിച്ചുപോയ
പിതാവിനും സുഖമില്ലാത്ത മാതാവിനും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിന്റെയും ഇവിടെ പറയപ്പെട്ടിട്ടുള്ള സ്വഹാബിമാരുടെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ മരിച്ചുപോയ പിതാവിന്റെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. വിശാലത നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. രോഗിയായിട്ടുള്ള ഉമ്മാക്ക് നീ സുഖം നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യത്തിന്റെയും കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ നീക്കണേ അല്ലാഹ്. ഇതിന് പകരം നിന്റെ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹു ഇവരുടെ ഭർത്താവിന്റെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണയല്ലോ. കുടുംബത്തിൽ നീ സമാധാനം നൽകണയല്ലോ. ആ കുടുംബത്തിന് കടങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണയല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മൂന്നാമത്തെ ഇഷ്ടം ഏതാണെന്നറിയോ? രണ്ടാമത്തെ ഇഷ്ടം എനിക്ക് ചൂട് കഠിനമായ സമയത്ത് നോമ്പെടുക്കലാണ്. ശരീരത്തെ തളർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആത്മീയതയുണ്ടാക്കുക. അതാണ് അവരുടെ രീതി. അവരങ്ങനെയാണ്. അവർക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർ ആത്മീയതക്ക് ചൂടുകൂടും. ആത്മീയതക്ക് ചൂടുകൂടുമ്പോൾ ഇബാദത്തിന് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അവര് നോമ്പിനെ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിലും എല്ലാറ്റിനും പരിചയാണല്ലോ നോമ്പ് എന്നുള്ളത്. ഏതിനും പരിചയാണ് നോമ്പ്. ഒരു പരിചയാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, കഴിഞ്ഞ കൊല്ലം റമളാനിൽ ഖളാ വീട്ടാനുള്ള നോമ്പുകളൊക്കെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇനി അങ്ങ് ദിവസത്തേക്ക് മാറ്റിവെക്കരുത്, എടുത്ത് വീട്ടണേ. മക്കൾക്കുണ്ടെങ്കിൽ അവരെ കൊണ്ട് നോമ്പ് നോറ്റിച്ചു. ഖളാ ഉള്ള നോമ്പുകളൊക്കെ വീട്ടി അല്ലാഹുവിനെ കടുക്കാൻ മക്കൾക്ക് നിങ്ങൾ ഉപദേശം നൽകണേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മൂന്നാമത്തെ ആഗ്രഹം നബിയേ വളർബുൽ അദുവ്വി ബിസ്സൈഫ്, യുദ്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സഹോദരങ്ങളെ, യുദ്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്ത യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആ വിഷയത്തിലേക്ക് മാറുന്നില്ല. യുദ്ധമുഖങ്ങളിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യവും ധീരതയും നമ്മൾ അറിയണം. ഫാത്തിമ ബീവിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള 2 കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയുമാണ്. അതുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്ക് മൂന്നാമതായിട്ട് ഇഷ്ടമുള്ളത് യാ റസൂലല്ലാഹ് യുദ്ധത്തിനോടാണ് നബിയേ. ഈ 4 സ്വഹാബികളോടുള്ള ചോദ്യം കഴിഞ്ഞപ്പോ ആ സദസ്സിലതാ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉണ്ട്. വഅൻത യാ അബൂദർ, അബൂദർ തങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭൂമിയിൽ ഇഷ്ടം? ഇവിടെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുമോ അബൂദർ തങ്ങളെ? മാദാ തുഹിബ്ബു മിനദ് ദുനിയാ, ദുനിയാവിൽ അബൂദർ തങ്ങളെ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറയുമോ? അബൂദർ തങ്ങൾ പറഞ്ഞു, ഉഹിബ്ബു മിനദ് ദുനിയാ സലാസ, 3 ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. എനിക്കും 3 കാര്യങ്ങളോട് ഇഷ്ടമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ എനിക്കുള്ള ഇഷ്ടം അൽജൂ, വിശപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ എന്റെ ഇഷ്ടം വൽ മറളു, രോഗിയാകൽ എനിക്ക് ഇഷ്ടമാണ്, രോഗം വരൽ എനിക്ക് ഇഷ്ടമാണ്. മൂന്നാമത്തെ എന്റെ ഇഷ്ടം വൽ മൗത്ത്, മരണം എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഈ 4 സ്വഹാബികളും പറഞ്ഞതിൽ നിന്ന് വളരെ ഡിഫറന്റ് ആയിട്ടാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു മനുഷ്യനും പൊതുവെ ആഗ്രഹിക്കാത്ത കാര്യമാണ്.
സത്യത്തിൽ ഒരാളും നല്ല പോലെ ആഗ്രഹിക്കൂല. ആരെങ്കിലും വിശക്കാൻ ആഗ്രഹിക്കും? നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനല്ല പറയുക. ഇവരെ വിശക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ തിന്നാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ഒന്ന് ചോറിട്ടിയാ മതി. നമ്മളതിനാ. ഇനിയിപ്പോ ഒരു വശം നോക്കി അവിടെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ചിരി കൊടുക്കാൻ നമുക്ക് ഇവിടെ അല്ലേ? നമ്മളൊക്കെ വരണം, വാങ്ങണം. വാങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ആരും കളിയാക്കുന്നതുമല്ല. ചോറ് അതൊരു പ്രധാനാണല്ലോ. അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഭക്ഷണം എന്നുള്ളത്. അത് നമ്മുടെ രാജാവാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാര് പറഞ്ഞത്, നമ്മൾ ഭക്ഷണത്തിനെ കാത്തിരിക്കണം. നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഇരിക്കല്ല വേണ്ടത്, നമ്മൾ പോയിരുന്നിട്ട് ഭക്ഷണത്തിനെ കാത്തിരിക്കണം. അപ്പൊ ഭക്ഷണം ഒരു പ്രധാനമാണ്, കഴിക്കുകയും വേണം. അബൂദർ തങ്ങളെ ഈ 3 ആഗ്രഹം നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചാൽ നമ്മൾക്ക് നടക്കൂല. എന്താ ആഗ്രഹിച്ചത്? ഒന്ന് വിശപ്പാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, എനിക്ക് വിശപ്പ് ഭയങ്കര ഇഷ്ടമാണ് നബിയെ, തിന്നാൻ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, വൽ മറദു, രോഗവും എനിക്കിഷ്ടമാണ് നബിയേ, രോഗം എനിക്കിഷ്ടമാണ് നബിയേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, രോഗിയാകൽ എനിക്കിഷ്ടമാണ്. യാ അല്ലാഹ്, നമ്മുടെയൊക്കെ നാട്ടിലൊരു ജലദോഷം വന്നാൽ മതി, ആളെ കസേര എടുത്തിട്ടല്ലേ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരിക. ജലദോഷം വന്നാൽ കസേര നിസ്കാരം തുടങ്ങി. കൈനില്ല ഉസ്താദെ, എന്തോ ഒരു ജലദോഷമാണ്, അങ്ങനെ പറയാ. കൈനില്ല ഉസ്താദ്, എന്തോ ഒരു ജലദോഷമാണ്. എന്തുള്ള അസുഖം? ജലദോഷം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രോഗമാണ് മക്കളെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള രോഗമാണ് രക്ഷിതാക്കളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രോഗമാണ് ജലദോഷം എന്നുള്ളത്. ജലദോഷം എന്ന് വെച്ചാൽ തുമ്മ, അള്ളാഹ്ക്ക് ഇഷ്ടം. തുമ്മല്, ചില ആളുകൾ അങ്ങനെ തുമ്മിട്ട് എന്റെ അള്ളാഹുവിന്റെ തല പോയി. സാരമില്ല, അള്ളാഹ്ക്ക് തുമ്മൽ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒന്നാണ് തുമ്മൽ. പക്ഷെ അത് ശബ്ദം ഉണ്ടാക്കിയിട്ട് തുമ്മൽ അള്ളാഹുവിന് ഇഷ്ടമല്ല. ശബ്ദം കുറച്ചിട്ട് തുമ്മൽ. ചില ആളുകളൊക്കെ ചിലപ്പോ ഇവിടുന്നൊക്കെ തുമ്മിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വീടടക്കം കുലുങ്ങി പോകുന്ന ആ രൂപത്തിൽ തുമ്മുന്നവരുണ്ട്. കോട്ടുവായിടുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. കോട്ടുവായിടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. തുമ്മുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടവുമാണ്. പ്രിയപ്പെട്ടവരെ, ജലദോഷം മനുഷ്യന്റെ പാപങ്ങളെ പൊറുക്കുന്നതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ജലദോഷം മതി, ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു. ഇനി ആരൊക്കെ രോഗികളാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, സന്തോഷിക്കാൻ. നിങ്ങൾക്ക് പടച്ചോ നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു. അപ്പൊ ദോഷമില്ലെങ്കിൽ അയാളുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഉയർത്തി കൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണോ? 3 കാര്യം അതൊരിക്കലും മീസാനിൽ തൂക്കുകയില്ല. 3 കാര്യങ്ങളെ കാരണം തൂക്കി നോക്കിയിട്ട് അതിന് കൂലി കണക്കാക്കി കൊടുക്കാൻ പറ്റൂല. ആ 3 കാര്യത്തിന് കൂലി കണക്കാക്കാൻ പറ്റൂല. അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ കൂലി എത്രയാണ്, പ്രതിഫലം എത്രയാണ് എന്ന്. അതിനെ കൂലി കണക്കാക്കി കൊടുക്കാൻ പറ്റൂല കൂട്ടരെ. അറ്റമില്ലാത്ത കണക്കില്ലാത്ത പ്രതിഫലം കിട്ടുന്ന 3 കാര്യങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒന്ന് അഫ്വാണ്, മാപ്പ് കൊടുക്കുക. റജബ് ശഅബാനായില്ലേ, ഇങ്ങോട്ട് കേസ് കൊടുത്തവരും പ്രശ്നം ഉണ്ടാക്കിയവരും നമ്മളെ ഫിത്ന പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരെയും എല്ലാവർക്കും അങ്ങോട്ട് ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു. ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഞാൻ ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് പറയാനുണ്ട്. അബൂദർ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഒരാൾ ആഫു കൊടുത്താൽ, മാപ്പ് കൊടുത്താൽ, ഇങ്ങോട്ട് ഉപദ്രവിച്ചവന് അങ്ങോട്ട് മാപ്പ് കൊടുത്താൽ അല്ലാഹു അത് മീസാനിൽ തൂക്കുന്നതല്ല. അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എത്ര അതിന്റെ കൂലി എന്നുള്ളത് പടച്ചോന് മാത്രമേ അതിന്റെ കൂലി എത്ര എന്നറിയുള്ളൂ, വേറൊരാൾക്ക് അറിയില്ല. രണ്ടാമത്തതോ, ഒരാൾ ഒരു പരീക്ഷണത്തിന് വിധേയനാവുകയാണ്. രോഗം മൂലമോ അല്ല മറ്റേതെങ്കിലും നിലയിലോ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. അവിടെ എന്നെന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്ന പടച്ചോനെ, എനിക്ക് തന്നെ എന്തിനാ ഇങ്ങനെ തരുന്നത് ചോദിക്കരുത്, അങ്ങനെ പറയരുത്. നീ അതിന്റെ പേരിൽ
സമാധാനിക്കുക, ക്ഷമിക്കുക. അൽഹംദുലില്ലാ ഉസ്താദേ, ഞാനൊരു രോഗിയാണ് എങ്കിലും അൽഹംദുലില്ലാ എനിക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് തിന്നാനും കുടിക്കാനും അൽഹംദുലില്ലാ ഇതൊക്കെ കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹുവിന് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാരമില്ല, കാരണം ഒന്നുകിൽ എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാകും, അല്ലെങ്കിൽ എന്റെ പദവികൾ അല്ലാഹു ആഖിറത്തിൽ ഉയർത്താൻ വേണ്ടിയാകും. അല്ലാഹുവേ, ഇവിടെ ഒരുപാട് രോഗികളുണ്ടല്ലോ, നീ സുഖം നൽകണേ അല്ലാ, നീ സുഖം നൽകണേ അല്ലാ. ഇന്ന് ഭക്ഷണം കടിച്ച് ഇറങ്ങി ഭക്ഷണം കടിച്ചിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടിയിട്ട് പോയപ്പോ ബൈസിന്റെ അടുത്ത് നിന്ന് എന്നോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അവർക്ക് തന്നെ നേരാവണ്ണം സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലും എന്നോട് പറഞ്ഞത്, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നല്ല, എന്റെ ഭാര്യക്ക് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുവേ, നീ സുഖം നൽകണേ അല്ലാ, അവർക്കും കുടുംബത്തിലുള്ളവർക്കും നീ സുഖം നൽകണേ അല്ലാ, എല്ലാ രോഗങ്ങളും നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. നീ അതൊരു പരീക്ഷണമായിട്ടാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അല്ലാഹുവേ, ക്ഷമിക്കാനുള്ള ഈമാനും കരുത്തും നൽകണേ അല്ലാ. പകരം നിന്റെ ആഖിറ ലോകത്ത് ഉന്നതമായ പദവിയും സ്ഥാനവും നീ നൽകണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹുവേ, അവരുടെ ശരീരാവയവങ്ങൾക്ക് പറ്റിയിട്ടുള്ള തകരാറുകൾ നീ നികത്തണേ അല്ലാ. അപ്പൊ മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് രോഗം ഭയങ്കര ഇഷ്ടമാണ് നബിയെ. അതിലാണല്ലോ ഞാൻ പറഞ്ഞു ക്ഷമിക്കുന്ന വിഷയം. ആ ക്ഷമിച്ചാൽ ഒരാൾ എന്ത് വിഷയം ഉണ്ടായാലും അതിൽ സാരമില്ല, അല്ലാഹു എനിക്ക് വരാൻ വെച്ചതായിരിക്കും, അൽഹംദുലില്ലാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു കണക്കാക്കാത്ത കൂലിയായിരിക്കും നിനക്ക് തരുന്നത്. പടച്ചോനല്ലാണ്ട് വേറൊരാൾക്ക് അതിന്റെ കൂലി അറിയില്ല. അങ്ങനെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഒരാൾ നോമ്പെടുത്താൽ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. 3 കാര്യം ഇങ്ങനെ മീസാനിൽ തൂക്കാത്തതാണ് എന്ന് വെച്ചാൽ അതിന്റെ കൂലി കണക്കാക്കിയിട്ട് പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 3ാമതായിട്ട് മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നത് മരണമാണ്. മരണത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മളോ രോഗിയായിട്ട് എല്ലാരും പറയാൻ തുടങ്ങി, ഇനിയിപ്പോ അത്ര കാലം ഉണ്ടാവുള്ളൂ, കുറെ കാലം ഉണ്ടാവൂല, എന്നാലും ഇവരെന്താ, എപ്പെങ്കിലും ശരിയായാലോ ഇങ്ങനെ നോക്കി നടക്കാണ്, മോഹിക്കാണ്. എത്രയും നമ്മൾക്ക് ജീവിച്ചിട്ട് കൊതി തീരാത്ത ഈ ദുനിയാവിൽ മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ 3ാമത്തെ ഇഷ്ടം എനിക്ക് മരണമാണ്. എനിക്ക് മരിക്കുന്ന ഭയങ്കര ഇഷ്ടം. ഇതിനു മുമ്പ് കഴിഞ്ഞ 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇഷ്ടം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഒന്നും ചോദിച്ചില്ലേ? റസൂലുള്ളാഹി ഒന്നും ചോദിച്ചില്ല. അവരെ 3 ഇഷ്ടം പറഞ്ഞു. റസൂലുള്ളാഹി അടുത്ത ആളുകളോട് ഇങ്ങനെ ചോദിച്ചു വന്നു. അബൂദർ തങ്ങളിലേക്ക് എത്തി. അബൂദർ തങ്ങളെ ഈ 3 ഇഷ്ടത്തെ പറ്റി പറഞ്ഞു. വിശപ്പ് എനിക്കിഷ്ടമാണ്, എനിക്ക് രോഗം ഇഷ്ടമാണ്, എനിക്ക് മരണം ഇഷ്ടമാണ്. ഈ 3 ഇഷ്ടത്തെ പറ്റിയിട്ട് മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അബൂദർ തങ്ങളോട് റസൂലുള്ളാഹി ചോദിച്ചു, വലിമയാ അബൂദർ, അതെന്തേ അബൂദർ ഈ 3 കാര്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം? അതറിയണം. റസൂലുള്ളാഹിക്ക് മറ്റുള്ളവരിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അബൂദർ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്നറിയണം. അബൂദർ, മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉഹിബ്ബുൽ ജൂ, വിശപ്പിനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം, വിശപ്പിനോട് എനിക്ക് താല്പര്യമുണ്ടാകാൻ കാരണം, നബിയേ, ലയരിഖ ഖൽബി, എന്റെ ഹൃദയത്തിന് മാർദ്ദവത്വം കിട്ടാൻ വേണ്ടിയാണ്, ഒരു മൃദുലത കിട്ടാൻ വേണ്ടിയാണ്, സഹോദരങ്ങളെ കൽബ് നന്നാകാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ വിശപ്പിനെ ഇഷ്ടപ്പെടുന്നത് നബിയേ. ദുനിയാവിൽ സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയമുള്ളവരാണ് മഹാനായ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു.
അതിന് അടയാളമുണ്ട്. ലോകത്ത് മലായികങ്ങളുടെ ഇടയിൽ വൈറലായ സ്വഹാബിയാണ് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതിനും കാരണമുണ്ട്. എന്തിന്റെ പേരിലാണ് അബൂദർ തങ്ങൾ വൈറലായത്, എന്താണ് കാരണം, അതിനെ പറ്റിയിട്ട് സ്വഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു വഴിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് കടന്നു വന്നു മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആളെ കണ്ടപാട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ആ വരുന്നത് അബൂദർ ഗിഫാരിയാണല്ലോ യാ റസൂലല്ലാഹ്, അവര് അബൂദർ ഗിഫാരിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. എന്താണ് ജിബ്രീലേ നിങ്ങൾ പറഞ്ഞത്? ഇവരുടെ പേരെങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞത്? ഇവരുടെ പേര് അബൂദർ ആണെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് തിരിഞ്ഞത്? മഹാനായ അബൂദർ ഗിഫാരി തങ്ങളുടെ പേര് മലായികയുടെ നേതാവാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ അതൊന്നറിയണം ജിബ്രീൽ, എങ്ങനെയാണ് ഇവരുടെ പേര് അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മലായികയുടെ ഇടയിൽ ഇവർ വലിയ പ്രശസ്തനാണ് നബിയേ. പേരറിയാൻ കാരണമുണ്ട്, 2 കാരണമുണ്ട് നബിയേ. അതിലൊന്ന്, മഹാനായ അബൂദർ ഗിഫാരി തങ്ങള് ഭയങ്കര വിനയമുള്ള ആളാണ് നബിയേ. വിനയത്തോടുള്ള സ്വഭാവം, ഇതാണ് അബൂദർ ഗിഫാരി തങ്ങളെ മലായികയുടെ ലോകത്ത് പോലും ഉയർത്തിയത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വിനയമാണ് നബിയെ, വിനയം. ആരോടും സംസാരിക്കുമ്പോൾ പെരുമാറും വിനയത്തോടെ സംസാരിക്കാൻ പെരുമാറുക. കുടുംബത്തിനായാലും അയൽവാസികളോടായാലും നാട്ടിലുള്ളവരോടായാലും നാട്ടുകാരോടായാലും കൂടെയുള്ളവരോടും കൂട്ടുകാരോടും ഒക്കെ അഹങ്കാര ഭാവത്തോടെ പുച്ഛഭാവത്തോടെ വെറുപ്പോടെ വർത്താനം പറയാതെ സംസാരിക്കാതെ സ്നേഹത്തിന്റെ വെടിയിലായിട്ട് ലാളിത്യത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, താഴ്മയാണ് നബിയേ, ഭയങ്കരം താഴ്മയാണ് നബിയേ അബൂദർ തങ്ങൾക്ക്. ഒരു ദിവസം ഒരു യുദ്ധ സമയത്ത് അബൂദർ ഗിഫാരി തങ്ങളെ പറഞ്ഞ ഒരു അഭിപ്രായത്തെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എതിർത്തു. ചെറിയ രീതിയിൽ അതിനോടൊരു പ്രതിഷേധം പ്രകടിപ്പിച്ചു. അത് അബൂദർ തങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു വെറുപ്പിന്റെ പേരിൽ, പെട്ടെന്നുണ്ടായ ദേശത്തിന്റെ പേരിൽ ബിലാൽ തങ്ങളുടെ മുഖം നോക്കിയിട്ട് അബൂദർ തങ്ങൾ വിളിച്ചു, എടാ ബിലാൽ, കറുത്ത പെണ്ണിന്റെ മോനെ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കളിയാക്കിയതാണല്ലോ, വർണ്ണം പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ വർണ്ണം പറഞ്ഞിട്ട് കളിയാക്കിയതാണല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് നൊന്തു. പക്ഷേ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അവർ സ്വഹാബികളാണ്, അവരെ മുഅ്മിനീങ്ങളാ, അവർ വിശ്വാസികളാ, അവരെ അല്ലാഹു നോക്കുന്നുണ്ട്, അവരല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടവരാണ്. ഇതുപോലെയാണ് എന്നെ വന്ന് ഒരാള് ചീത്ത പറഞ്ഞാൽ ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ മറിച്ചവരോട് ചീത്ത പറയാൻ പാടില്ല. കേട്ടു നിൽക്കാം എന്നല്ലാതെ തിരിച്ചങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല. പറയാനുള്ള അവകാശമുണ്ടെങ്കിലും പറയാതിരിക്കലാണ് വിനയത്തിന്റെ ഭാഗം എന്നുള്ളത്. ഇവിടെ അതേ, എന്ത് പ്രശ്നമുണ്ടായാലും സ്വഹാബികളുടെ ഇടയിലുള്ള ഏത് പ്രശ്നത്തിനും അവർക്ക് പരിഹാരമുണ്ടല്ലോ. കാരണം അവർ ജീവിക്കുന്നത് വലിയ സുപ്രീം കോടതിയുടെ മുന്നിലാ. നൂറുൻ അലാ നൂർ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണല്ലോ. നേരെ ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, എന്നെ അബൂദർ കളിയാക്കിയിട്ടുണ്ട്, മനസ്സിന് കുത്തുന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത് ബിലാൽ? കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നബിയേ. എവിടെ അബൂദർ? അബൂദറിനെ വിളിച്ചു. അബൂദർ തങ്ങൾ വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് സലാം പറഞ്ഞു. അബൂദർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ സലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സലാം മടക്കിയോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്താ?
കള്ളുടിയം വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞിട്ട് കള്ളുടിയം വന്നിട്ട് സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി മടക്കും. വ്യഭിചരിച്ച ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞാൽ റസൂലുള്ളാഹി സലാം അടക്കും. കാരണം എന്താ? കള്ളുകുടിയും വ്യഭിചാരവും അല്ലാഹും അവനുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ വന്ന വീഴ്ചകളാണല്ലോ, കുറ്റങ്ങളാണല്ലോ. പക്ഷെ ഇത് മനുഷ്യർ തമ്മിലുള്ളതാണ്. ഒരിക്കലും അകലാൻ പാടില്ല. മനസ്സുകൾ അടുക്കേണ്ടതാണ്, സ്നേഹം കൊണ്ട് നിറയേണ്ടതാ. അതിന് വിഘാതമായി നിൽക്കുന്ന ഏത് പ്രവൃത്തികൾ ഉണ്ടായാലും റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം വരും. ആളെ ഫിത്ന പറഞ്ഞെന്നറിഞ്ഞാൽ, കുറ്റം പറഞ്ഞെന്നറിഞ്ഞാൽ, അതേപോലെ തന്നെ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുഖത്തൊരു പ്രത്യേക സ്വഭാവമായിരിക്കും. ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്ന പറയാൻ പറ്റൂല. സലാം മുടക്കൂല ചില സമയത്ത്. കാരണം എന്താ? അതിന് മാത്രം ആരെങ്കിലും മനസ്സിനെ നോവിച്ചൊരു വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും, കോപിഷ്ഠനാണ്. അത് എവിടെ അങ്ങനെ തന്നെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോലും അത് കാണിച്ചിട്ടുണ്ടല്ലോ. ഒരാൾ വന്നിട്ട് അബൂബക്കർ തങ്ങളെ നല്ലോണം ചീത്ത പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ വല്ലാണ്ടങ്ങ് ഓവറായപ്പോ ഒന്ന് രണ്ട് വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. റസൂലുള്ളാഹി അതുവരെ ചിരിച്ചോണ്ടിരുന്ന റസൂലുള്ളാഹി ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചപ്പോ പിന്നെ ചിരിച്ചില്ല. റസൂലുള്ളാഹിന്റെ മുഖം മാറി, മട്ടു മാറി. കഴിഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ ചോദിച്ചില്ലേ, നബിയെ അത്ര നേരൊക്കെ എന്നെ പറയുമ്പോ തങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഞാൻ അങ്ങോട്ട് പ്രതികരിച്ചപ്പോ തങ്ങൾ എന്തിനാ ദേഷ്യം പിടിച്ചത്? അതുവരെ നിന്നെ സഹായിക്കാൻ ഒരു മലക്കുണ്ടായിരുന്നു അബൂബക്കറെ. നീ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ നിന്നെ സഹായിക്കുന്ന മലക്ക് അവിടെ നിന്ന് പോയി. പറയാൻ പാടില്ല, ഇങ്ങോട്ട് പറഞ്ഞാലും വേണ്ടില്ല. മുഅ്മിനാണോ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സ് അങ്ങനെയാക്കണം. അല്ലാഹു മാറ്റിത്തരട്ടെ. ഇവിടെ കേട്ടോളോ, ബിലാൽ തങ്ങളെ പരാതി പറഞ്ഞ അടിസ്ഥാനത്തിൽ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് സലാം പറഞ്ഞപ്പോ സലാം അടക്കിയോ എന്ന സംശയമാ. മഹാനായ അബൂദർ തങ്ങളെ റസൂലുള്ളാഹി ശകാരിച്ചു. ജാഹിലിയാക്കളുടെ സ്വഭാവം മാറിയിട്ടില്ലല്ലേ അബൂദറെ? റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ പ്രായം കുറെ ആയില്ല, നബിയെ പ്രായമൊക്കെ കുറെ ആയില്ല, നീ എന്തിനാ ഇനി എവിടെന്നായി ജാഹിലിയാക്കളുടെ സ്വഭാവം? അതൊക്കെ പോയില്ല നബിയെ. ഇല്ല അബൂദറെ, മാറിയിട്ടില്ല അബൂദറെ. നിങ്ങളെ ഈ സ്വഹാബിയെ ബിലാലിന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിനാകെ സങ്കടമായി. ഉടനെ അവിടെന്ന് പറഞ്ഞു, നബിയെ പറ്റിപ്പോയി നബിയെ, തെറ്റ് സംഭവിച്ചതാണ് നബിയെ, എനിക്ക് മാപ്പ് തരണം നബിയെ. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് അവിടുന്ന് മാപ്പ് ചോദിക്കുന്നു. പരസ്പരം പൊരുത്തപ്പെടുന്നു. അവിടെ നിന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുന്നു. നേരെ പുറത്തിറങ്ങിയിട്ട് ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു ഭാഗത്ത് ചെന്ന് അതേ നിലത്ത് കിടക്കുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മണ്ണിൽ കവള് വെച്ചിങ്ങനെ കിടക്കുകയാ. കുറച്ചു കഴിഞ്ഞപ്പോ ആ വഴിയിലൂടെ നടന്നു വന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നടന്നു വന്നിട്ട് അബൂദർ ഗിഫാരി തങ്ങളെ പരിസരത്തൂടെ പോകുമ്പോ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ കാല് പിടിച്ചു. ബിലാൽ, ആ പറഞ്ഞു പോയതിന് എനിക്ക് മാപ്പ് തന്നാൽ മാത്രം പോരാ ബിലാലേ, പൊരുത്തപ്പെട്ട് തന്നാൽ മാത്രം പോരാ ബിലാലേ, നിങ്ങളുടെ ഈ കാലുകൊണ്ട് എന്റെ കവളത്തേക്കൊന്ന് ചവിട്ടണം ബിലാൽ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അബൂദർ തങ്ങളെ സുജൂദ് ചെയ്യുന്ന മുഖത്തേക്കാണോ ഞാൻ ചവിട്ടേണ്ടത്? സുജൂദ് ചെയ്യുന്ന മുഖത്തേക്കാണോ കാലെടുത്ത് വെക്കാൻ വേണ്ടി പറയുന്നത്? ഇല്ല അബൂദറേ, നിങ്ങളത് പറയരുത് അബൂദറേ, പൊരുത്തപ്പെട്ടതാണല്ലോ, നിങ്ങൾ എന്റെ കാല് വിടണമെന്ന് പറഞ്ഞിട്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനായ അബൂദർ തങ്ങളെ കാല് വിട്ടില്ല. സമാധാനം വരുന്നില്ല ബിലാൽ.
അറിയാതെ പറഞ്ഞുപോയ വാക്കാണ്, പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്റെ മനസ്സിൽ നിന്നത് നീങ്ങുന്നില്ല ബിലാൽ. ഈ കാലുകൊണ്ട് നിങ്ങൾ എന്റെ കവളത്തേക്കൊന്ന് ചവിട്ടണേ ബിലാൽ. സമ്മതിച്ചില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കാലെടുത്ത് വലിച്ച് നടന്നു പോകാൻ ഒരുങ്ങിയപ്പോ മലായികകള് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ കാലങ്ങ് മുറുകെ പിടിച്ചിട്ട് കവളത്തേക്ക് ചേർത്ത് വെച്ചു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കവളത്തടത്തോട് ചേർത്ത് വെച്ചു. ഇതാണ് കൂട്ടരെ വിനയം എന്നുള്ളത്. ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ മാപ്പ് കൊടുത്തിട്ട് പോലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ പറഞ്ഞു പോയതിന് ബിലാലിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് പോലും എന്റെ കവിൾത്തടത്തിനേക്കാളും മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കിയ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈ മഹനീയമായ വിനയത്തിന്റെ ഉദാഹരണങ്ങളില്ലാത്ത ഈ ഒരു അനുഭവത്തെ പറ്റിയിട്ട്, ചരിത്രത്തെ പറ്റിയിട്ട് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പിരിയാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണോ, നാടുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണോ? ഞാനൊന്നുമല്ലാത്തവനാ. ഇന്നലെ വരെ ചീത്ത പറഞ്ഞ് നടന്നവൻ, ഇന്നലെ വരെ കളിയാക്കിയവൻ, ഇന്നലെ വരെ കുറ്റം പറഞ്ഞവര്, ഇന്നലെ വരെ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവര് നമ്മൾ അറിയണേ കൂട്ടരെ. ആരുടെയൊക്കെ പച്ചയിറച്ചിയാണോ നമ്മൾ തിന്നത്, ആരൊക്കെയാണോ നമ്മൾ കളിയാക്കിയത്, ആരുടെയൊക്കെ മനസ്സിനെയാണോ നമ്മൾ നോവിച്ചത്, നാം അറിയണം. അവരുടെ കാലിന്റെ അടിയിൽ മണ്ണിന്റെ അത്ര വില പോലും നമ്മുടെ ശരീരത്തിനില്ല എന്നെപ്പോഴാണോ നമ്മൾ ചിന്തിക്കുന്നത്, അന്നാണ് നമ്മൾ നന്നാകുന്നത്, അന്നാണ് മലായികകളുടെ നമ്മൾ അറിയപ്പെടുക. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനയത്തോടെയുള്ള പെരുമാറ്റം നിങ്ങൾ എവിടെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരോടും നിങ്ങൾ അഹങ്കരിച്ചില്ല, അഹങ്കാരഭാവത്തോടെ സംസാരിച്ചില്ല, എന്തിനും ഏതിനും സാരമില്ല, കുഴപ്പമില്ല, അതൊക്കെ നമ്മൾക്ക് ശരിയാക്കാം എന്നുള്ള തരത്തിലും, പ്രിയപ്പെട്ടവരെ എല്ലാ പ്രശ്നവും അല്ലാഹു പരിഹരിക്കുമെന്നുള്ള തരത്തിലും എല്ലാരോടും നല്ല മനസ്സോടെ, പുഞ്ചിരിയോടെ, വിശാല മനസ്സോടെ പെരുമാറിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം തരുമെന്ന് മാത്രമല്ല, മഹാനായ അബൂദർ തങ്ങളെ മലായികയുടെ ലോകത്ത് വൈറലായതുപോലെ നിങ്ങൾക്കുമാകാം.